നമസ്തേ മക്കളെ, സംസ്കൃതം മക്കൾക്ക് എല്ലാവർക്കും ഒരു പുതിയ പാഠത്തിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസാദ് സാറാണ്. അപ്പോൾ നമുക്ക് ശ്രീ ഗുരുഭ്യോ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പുതിയ പാഠത്തിലേക്ക് പോകാം അല്ലേ. അപ്പോൾ സംസ്കൃതത്തിലെ ഏകകം 3, അതായത് യൂണിറ്റ് 3 ആണ്. ഏകകം 3-ലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. നൈർമല്യം എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് കേട്ടോ, നൈർമല്യം. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, തുറന്നു വെക്കുക, ശ്രദ്ധിച്ച് ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നൈർമല്യം എന്ന ഈ യൂണിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ യൂണിറ്റിൽ എന്താണുള്ളതെന്ന് നമുക്ക് പറഞ്ഞു തരാണ് അല്ലേ. അപ്പോൾ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആമുഖം നമുക്ക് നോക്കാം. ആമുഖത്തിൽ എന്താ പറയുന്നത്? സാഹിത്യ കുതുകിനഃ കലാസ്വാദനേപി തത്പരാഃ സ്യുഃ. സാഹിത്യ കുതുകിനഃ കലാസ്വാദനേപി തത്പരാഃ സ്യുഃ. സാഹിത്യത്തിൽ കൗതുകമുള്ളവർ, സാഹിത്യം ലിറ്ററേച്ചറിൽ കൗതുകമുള്ളവർ. കുതുകിനഃ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഉള്ളവർ, താത്പര്യം ഉള്ളവർ. അപ്പോൾ സാഹിത്യത്തിൽ താത്പര്യമുള്ളവർ, അതായത് കലാസ്വാദനേപി, കലാസ്വാദനത്തിലും താത്പര്യമുള്ളവർ. അപ്പോൾ സാഹിത്യത്തിലും കലയിലും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്നിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കലയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സാഹിത്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ലിറ്ററേച്ചറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലിറ്ററേച്ചറിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കലയിൽ, ആർട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സാഹിത്യ കുതുകിനഃ കലാസ്വാദനേപി തത്പരാഃ സ്യുഃ. സാഹിത്യത്തിൽ താത്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ, ലിറ്ററേച്ചർ ഇഷ്ടമുള്ളവർ, ആർട്ട് ഫോമുകളും ഇഷ്ടപ്പെടുന്നവരാണ്. പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ള ആള് നാടകം കാണാനും ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. ബാക്കി നോക്കുക. സാഹിത്യ സംഗീത കലാവിഹീനാഃ പശു സമാനാഹ ഇതി ഭർതൃഹരിണ ഉക്തം. ഭർതൃഹരി എന്താണ് പറഞ്ഞത്? ഉക്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, പറയപ്പെട്ടു. അപ്പൊ ഭർതൃഹരി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭർതൃഹരി പറഞ്ഞത്? ഭർതൃഹരി പറഞ്ഞ എന്താണ്? സാഹിത്യ സംഗീത കലാവിഹീനാഹ. സാഹിത്യം, ലിറ്ററേച്ചർ, സംഗീതം, മ്യൂസിക് പോലുള്ള കലകൾ, എല്ലാ കലകളും കൂടിയിട്ടുള്ള വിഹീനാഹ, അതൊന്നും കൂടാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ പുസ്തകം വായിക്കാത്ത ആൾക്കാർ, ഒരു കലയും കാണാത്ത, ഒരു ഡാൻസും കാണാത്ത, ഒരു നാടകവും കാണാത്ത, ഒരു ഗാനമേളയും കാണാത്ത, ജീവിതത്തിൽ കല എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, അല്ലെ, പാട്ട് കേൾക്കുമ്പോൾ ചെവി പൊത്തുന്ന ആൾക്കാർ അല്ലെ, അങ്ങനെ ഉള്ള ആൾക്കാർ പശു സമാനാഹ. അവർ മനുഷ്യന്മാരല്ല, അവരെന്താണ്? പശുവിനെ പോലെയാണ്. ആരാണ് പശു? മൃഗം. പശു എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗമാണ്, അതായത് ആനിമൽ ആണ്, കൗവല്ല കേട്ടോ. പശു എന്ന് പറഞ്ഞാൽ ഇവിടെ ആനിമൽ എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ അവരെന്താണ്? പശു സമാനാഹ, മൃഗത്തിന് തുല്യമാണ് അല്ലെ. നമ്മൾ ചില കാര്യങ്ങളിൽ മൃഗത്തിന് തുല്യമാണെന്ന് മനുഷ്യന്മാരെ പറയും. അപ്പോൾ മൃഗത്തിന് തുല്യമാണ്. ശരിക്കും മൃഗങ്ങൾ മനുഷ്യന്മാരെക്കാളും പാവങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ. പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്ത് പറയും? അവര് മൃഗത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യന്മാർക്കുള്ള ബുദ്ധിയും വിവരവും വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടായിട്ടും അവർ പാട്ട് കേൾക്കൂല, സ്പോട്ടിഫൈ കേൾക്കൂല അല്ലെ, യൂട്യൂബിൽ വീഡിയോ കാണൂല, ചിരിക്കൂല, എന്തെങ്കിലും തമാശ കേട്ടോ എങ്ങനെ ഇരിക്കും, എന്നിട്ട് ചിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചിരിക്കും അല്ലെ. അപ്പോൾ പൊട്ടിച്ചിരിക്കാത്ത ആൾക്കാർ, കല ആസ്വദിക്കാത്ത ആൾക്കാർ, പാട്ട് കേൾക്കാത്ത ആൾക്കാർ, ഡാൻസ് കാണാത്ത, നാടകം കാണാത്ത, പുസ്തകം വായിക്കാത്ത ആൾക്കാർക്ക് വേസ്റ്റ് ആണ്, അവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ആരാണ് പറഞ്ഞത്? ഞാനല്ല, ഭർതൃഹരിയാണ് പറഞ്ഞത്. ഭർതൃഹരി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അടുത്ത സെന്റൻസ്, കുസുമമിവ കല നിർമ്മലാ ഭവതി. കല, ആർട്ട്, എന്താണ് ആർട്ട്? എങ്ങനെയാണ്? നിർമ്മലാ ഭവതി, നിർമ്മലയാണ്. നിർമ്മല എന്ന് പറഞ്ഞാണ് എന്താണ്? നിർമ്മല, നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ. നിർമ്മല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കണ്ടോ, നൈർമല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മല. എന്താ അതിന്റെ അർത്ഥം മക്കളെ? നിർമ്മല എന്ന് പറഞ്ഞാൽ എന്താണ്? മലയില്ലാത്ത സ്ഥലമാണോ? അല്ല, മലം ഇല്ലാത്ത സ്ഥലം. മലം എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യം, അഴുക്ക്, വേസ്റ്റ്. അപ്പം മലമില്ലാത്ത, വേസ്റ്റ് ഇല്ലാത്ത, മാലിന്യമില്ലാത്ത, മലിനമാകാത്ത അല്ലെ, അതാണ് നൈർമല്യം അല്ലെ, പ്യൂർ ആയിട്ടുള്ള. അപ്പോൾ ഒരു വേസ്റ്റും ഇല്ലാത്ത വളരെ ശുദ്ധമായിട്ടുള്ള നൈർമല്യം, അതാണ് പറയുന്നത്. ശുദ്ധമായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, പ്യൂർ ആയിട്ടുള്ള ഒന്നാണ് കല. എങ്ങനെ? കുസുമം ഇവ, കുസുമത്തെ പോലെ. ആരാണ് കുസുമം? കുസുമം എന്ന് പറഞ്ഞാൽ പൂവ്. കുസുമം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ്. പൂവേ പൂവേ പാലപ്പൂവേ. അപ്പൊ പൂവാണ് സുമം, കുസുമം, സുമനം അല്ലെ. അപ്പോ കുസുമം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ്. പൂവിനെ പോലെ നിർമ്മലം, സോഫ്റ്റ് ആണ് കല. ഓക്കെ, മനസ്സിലായോ? സിമ്പിൾ ആണ്. ബാക്കി നോക്കുക. നൈർമല്യം നാമക്കേ തൃതീയേ ഏകക്കേ. നൈർമല്യം നാമക്കേ, നൈർമല്യം എന്ന് പേരുള്ള, നാമകം, നാമം എന്ന് പറഞ്ഞ നാമം, നെയിം, നാം അല്ലെ. അപ്പോ നൈർമല്യം എന്ന് പേരുള്ള തൃതീയേ ഏകക്കേ, മൂന്നാമത്തെ യൂണിറ്റിൽ ഭഗവദജ്ജുകം ഇതി നാടകാത് സമാകലിതഃ
ഭഗവദജ്ജുകം എന്ന് പറയുന്ന നാടകം. ഓക്കെ, അപ്പൊ 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിൽ എന്താണ് പറയുന്നത്? ഭഗവദജ്ജുകം എന്ന നാടകമാണ് അതിലെ 1ാമത്തെ പാഠം. 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം ഭഗവദജ്ജുകം എന്ന നാടകത്തിൽ നിന്നും സമാകലിത എന്ന നാടകത്തിൽ നിന്നും, നാടകാത്ത് എന്ന നാടകത്തിൽ നിന്നും സമാകലിത എടുത്തിട്ടുള്ള, ആഡ് ചെയ്തിട്ടുള്ള എന്താണ് പാഠത്തിന്റെ പേരെന്താണ്? ഇവിടെ ബോൾഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പാഠത്തിന്റെ പേരാണ് ബോൾഡിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഭുവി പൂർവം ന ദൃശ്യത്തെ. ഭുവി പൂർവം ന ദൃശ്യത്തെ, അതാണ് പാഠത്തിന്റെ പേര്. ഭുവി പൂർവം ന ദൃശ്യത്തെ, ഭൂമിയിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത കേട്ടോ. ഭുവി എന്ന് പറഞ്ഞതാണ് ഭൂമി. പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ന ദൃശ്യതേ, കണ്ടിട്ടില്ല, ഭൂമിയിൽ മുമ്പ് കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ല, അപൂർവമായിട്ടുള്ള, അസുലഭമായിട്ടുള്ള എന്തോ ഒരു സംഭവത്തെ കുറിച്ചാണ് ആ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ 1ാമത്തെ പാഠം ഭുവി പൂർവം ന ദൃശ്യത എന്നതാണ്. ഈ പാഠം എടുത്തത് ഒരു നാടകത്തിൽ നിന്നാണ്. ആ നാടകത്തിന്റെ പേരാണ് ഭഗവദജ്ജുകം. ക്ലിയർ? ഈ ഭഗവദജ്ജുകം വെറും ഒരു നാടകം മാത്രമല്ല, ഒരു പ്രഹസനം കൂടിയാണ്. നാടകത്തിന്റെ ഒരു ടൈപ്പ് എന്ന് വിളിക്കാവുന്ന പ്രഹസനം കൂടിയാണ് നമ്മുടെ ഈ ഭഗവദജ്ജുകം. അപ്പൊ ഭഗവദജ്ജുകം എന്ന് പറയുന്ന ആ പ്രഹസനത്തിൽ നിന്നും, എന്ത് പ്രഹസനമാണ് സജി എന്ന് പറയുന്ന പോലെ, ആ ഒരു നാടകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭുവി പൂർവം ന ദൃശ്യത എന്ന പാഠം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ തഥാ, അതുപോലെ തന്നെ മലബാർ പ്രദേശേഷു പ്രഖ്യാതസ്യ തെയ്യം ഇതി കലാരൂപസ്യ വിവരണാത്മക പാഠശ്ച ദത്തഃ. മലബാറിൽ കണ്ടുവരുന്ന, മലബാർ പ്രദേശത്ത് ഫേമസ് ആയിട്ടുള്ള തെയ്യം എന്ന കലാരൂപത്തിന്റെ ഒരു വിവരണാത്മകമായ പാഠം, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. നൈർമല്യം ഇതി ഏകകസ്യ പഠനേന കലാസു പ്രതീയമാനം നൈർമല്യം പശ്യാമഹ. അപ്പൊ നൈർമല്യം എന്ന ഏകകസ്യ യൂണിറ്റിന്റെ പഠനേന, പഠനം കൊണ്ട്, കലാസു പ്രതീയമാനം നൈർമല്യം പശ്യാമഹ, കല കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്യൂരിഫിക്കേഷൻ, അതിൻ്റെ ഒരു എന്താ പറയുക, ശാന്തിയും സമാധാനവും പോലെ നല്ല വെള്ളരിപ്രാവ് പോലെ ക്ലീൻ ആണ് കല. മനുഷ്യന്റെ ചിത്തത്തിനെ ശുദ്ധമാക്കുന്നതാണ് കല, അല്ലേ? അപ്പം അങ്ങനെയുള്ള കലയെ കുറിച്ച്, അതിൻ്റെ നൈർമല്യം നമുക്ക് കാണാം. ഇത്രയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കേട്ടോ. അപ്പം നമ്മൾ വേഗം 6ാമത്തെ പാഠത്തിലേക്ക് പോവാണ്. അപ്പോൾ 6ാമത്തെ പാഠം ഷഷ്ഠഃ പാഠഃ. 6ാമത്തെ പാഠം ഭുവി പൂർവം ന ദൃശ്യത്തെ. ഭുവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ്, ന ദൃശ്യത്തെ കണ്ടിട്ടില്ലാത്തത്. അപ്പോൾ മുമ്പ് ഭൂമിയിൽ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ കാണാത്ത എന്തോ ഒരു സാധനമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഭൂമി പൂർണ്ണ ദൃശ്യത. എന്താണ് ഭൂമിയിൽ ഇതുവരെ, ഇതിനു മുമ്പ് ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, ഇത് ആശ്ചര്യമായിരിക്കുന്നല്ലോ, ഇത് മഹാത്ഭുതമായിരിക്കുന്നല്ലോ, ഇതുപോലെ ഒന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറയാറില്ലേ? അതാണ് സംഭവം. ഇത് വിചിത്രമായിരിക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു വിചിത്രമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ പാഠപ്രവേശത്തിലേക്ക് പോവാണ്. ഈ പാഠപ്രവേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംസ്കൃത സാഹിത്യത്തിൽ ഒരു പ്രഹസനം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ പറഞ്ഞു നാടകം എന്ന് പറയുന്ന പോലെ ഒരു പ്രഹസനം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ആ സംസ്കൃത സാഹിത്യത്തിൽ പ്രഹസനം എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു കൃതി, ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൃതി, എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഭഗവദജ്ജുകം. അപ്പോൾ ഭഗവദജ്ജുകം, ഭഗവത് പ്ലസ് അജ്ജുകം, ഭഗവദജ്ജുകം. ഓക്കെ, അപ്പോൾ ഭഗവദജ്ജുകീയം എന്നും ഇതിനെ പറയും. ഭഗവദജ്ജുകീയം അല്ലെങ്കിൽ ഭഗവദജ്ജുകം. അജ്ജുകം എന്നുള്ള വാക്കാണ് അതിനകത്തുള്ളത് കേട്ടോ. ഭഗവത് പ്ലസ് അജ്ജുകം, അത് ചേർത്ത് വായിക്കുമ്പോൾ ഭഗവദജ്ജുകം എന്നാവും. അപ്പോൾ ഭഗവദജ്ജുകം, അജ്ജുകീയം, അജ്ജുക എന്ന ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഭഗവദജ്ജുകം, അജ്ജുകീയം എന്നൊക്കെ പേരുള്ള ഒരു സംസ്കൃത സാഹിത്യത്തിലെ ഒരു പ്രഹസനത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ജനറലായിട്ട് പറയാൻ പോകുന്നത്. അതിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ പാഠം. അപ്പോൾ ഈ ഒരു ബേസ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആരാണ് ഇത് എഴുതിയത്? ഇത് ബോധായനനാണ് എഴുതിയത്. ഈ ഭഗവദജ്ജുകം എഴുതിയത് ആരാണ്? ബോധായന കവിയാണ് ഈ ഭഗവദജ്ജുകം എഴുതിയത്. കേട്ടല്ലോ, ബോധായന കവി കാണുന്നുണ്ടോ മക്കളെ? അപ്പോൾ അജ്ജുകീയം എഴുതിയത് ആരാണ്? ബോധായന കവി. റെഡി? പിന്നെ പണ്ടത്തെ പുസ്തകങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ടും ജിമെയിലും ക്ലൗഡിലൊന്നും സേവ് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ടും പണ്ടത്തെ പുസ്തകങ്ങളൊക്കെ ആരാണ് എഴുതിയതെന്നൊക്കെ കൃത്യമായിട്ടൊന്നും ആർക്കും ചില സമയത്ത് പറയാൻ പറ്റാറില്ല. ചിലതൊക്കെ പറയാൻ പറ്റും. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ബോധായനൻ എഴുതിയതാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് മഹേന്ദ്ര വിക്രമവർമ്മയാണ് എഴുതിയതെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഈ മഹേന്ദ്ര വിക്രമവർമ്മ എന്ന് പറയുന്ന രാജാവ്
മാമണ്ടൂർ ശാസനത്തിൽ മത്തവിലാസ പ്രഹസനത്തെയും ഭഗവതജ്ജുകം പ്രഹസനത്തെയും പരാമർശിച്ചു കാണുന്നുണ്ട്. ഓക്കെ, ഈ മഹേന്ദ്ര വിക്രമ ശർമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളാണ് എഴുതിയെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അയാള് ഒരു മാമണ്ടൂർ ശാസനം എന്ന് പറയുന്ന ഇതിൽ കൃതിയിൽ മത്തവിലാസ പ്രഹസനം എന്ന് പറയുന്ന ഒരു പ്രഹസനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു നാടകം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. മത്തവിലാസം എന്നാണ് എൻ്റെ പേര് കേട്ടോ. മഹേന്ദ്ര വിക്രമൻ എഴുതിയത് മത്തവിലാസമാണ്. അദ്ദേഹം ഭഗവതജ്ജുകം എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രഹസനത്തെ കുറിച്ചും മാമണ്ടൂർ ശാസനത്തിൽ പറയുന്നത് കൊണ്ട് അദ്ദേഹമാണ് ഇത് എഴുതിയെന്ന് ചില ആൾക്കാർ പറയുന്നു. ആര്? മഹേന്ദ്ര വിക്രമൻ. എന്നാൽ മത്തവിലാസത്തിൽ രചയിതാവിന്റെ പേരായി മഹേന്ദ്ര വിക്രമവർമ്മനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭഗവതജ്ജുകത്തിൽ എവിടെയും രചയിതാവിന്റെ പേരില്ല. അതിനാൽ തന്നെ രചയിതാവ് ആരെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് തർക്കമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് സംഭവം. ചിലർ മത്തവിലാസവും ഭഗവതജ്ജുകവും മഹേന്ദ്ര വിക്രമവർമ്മൻ എഴുതിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ബോധായന കവിയുടേതാണ് ഭഗവതജ്ജുകം എന്നാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഈ പ്രഹസനം ഈ ബോധായന കവി എഴുതിയതാണെന്നാണ് പറയുന്നത്. ഭഗവതജ്ജുകം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ കണ്ടോ, അവിടെ കണ്ടോ, ഈ ഭഗവതജ്ജുകം എഴുതിയത് ബോധായനനാണ്, ബോധായനനാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ പ്രഹസനം എഴുതിയത് ആരാണ്? ബോധായനൻ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ആക്ച്വലി? ഈ ബോധായന കവി എഴുതിയ ഈ ഭഗവതജ്ജുകം എന്താണ് ആക്ച്വലി? ഇതൊരു രൂപകമാണ്. രൂപകം, നമ്മളെ നാടകങ്ങളെ നമ്മൾ രൂപകം എന്ന് പറയുമ്പോൾ അതിൽ അലിഗറി അലിഗറി എന്ന് പറയും. ഈ അലിഗറി എന്ന് പറയുമ്പോൾ അതിന് ഒരു മീനിങ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറൊരു മീനിങ് കൂടി ഉണ്ടാവും. രണ്ട് മീനിങ് അല്ലെങ്കിൽ ഒരുപാട് മീനിങ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിനെ രൂപകം എന്ന് നമുക്ക് പൊതുവെ വിളിക്കാം. അതായത് മക്കളെ, നമ്മളിപ്പം ഈ പഴയ പുരാണ കഥകളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസ കഥകളൊക്കെ കേൾക്കുമ്പോൾ, നമ്മൾ ശിവന്റെയും വിഷ്ണുവിൻ്റെ ഒക്കെ കഥകൾ കേൾക്കുമ്പോൾ ആ കഥയായിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളൊരു മെസ്സേജ് ഉണ്ടാവില്ലേ? അപ്പോൾ അതിൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ വേറൊരു മീനിങ് നമുക്ക് തരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ അത് ആത്മാവിൻ്റെ പ്രതീകമാണ്, അത് പിന്നെ എന്താണ് മനസ്സിൻ്റെ പ്രതീകമാണ്, മറ്റേ ക്യാരക്ടർ ബുദ്ധിയുടെ പ്രതീകമാണ്. അപ്പോൾ ഓരോ പ്രതീകമായിട്ട് സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്നതിനെ നമ്മൾ രൂപകം എന്നും പറയും. മനസ്സിലായോ? അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ രൂപകത്തിലുള്ള നമ്മുടെ ഈ ബോധായൻ എഴുതിയ ഈ ഭഗവതജ്ജുകത്തിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മളിനി പഠിക്കാൻ പോകുന്ന ഈ ഭൂവി പൂർവ്വംന ദൃശ്യത എന്ന് പറയുന്ന ഈ ഒരു പ്രഹസനത്തിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഒരു ഗുരുവാണ്. ആരാണ്? ഒരു ഗുരു. പിന്നെ ആരാണ്? ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ശിഷ്യൻ ഉണ്ട്. ഒരു ഗുരുവും ഒരു ശിഷ്യനുണ്ട്. പിന്നെ ആരാണുള്ളത്? ഒരു അജ്ജുക ഉണ്ട്. അജ്ജുക എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ജുക എന്ന് പറഞ്ഞാൽ വേശ്യയാണ്, വേശ്യ. ഇവിടെ അജ്ജുകയുടെ പേര് വസന്തസേന എന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിന് കുറച്ച് കഴിയുമ്പോൾ പോവാം. പിന്നെ തോഴിയുണ്ട്, അജ്ജുകയുടെ തോഴി, സഖി. ഓക്കെ, നോക്കുക. ഇനി ഈ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ സന്യാസിയാണ്. സന്യാസി ആരാണ് ഇവിടെ? പരമാത്മാവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ സന്യാസി എന്ന് പറയുമ്പോൾ അത് പരമാത്മാവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ശിഷ്യൻ ആരായിരിക്കും? ജീവാത്മാവ്. ഗുരു പരമാത്മാവാണ്, ശിഷ്യൻ ജീവാത്മാവാണ്. ഈ അജ്ജുക എന്ന് പറയുന്ന വസന്തസേന എന്നാണ് വേശ്യയുടെ പേര് കേട്ടോ. ഗണിക എന്ന് പറയും. ഈ വേശ്യയുടെ, ഈ അജ്ജുകയുടെ പേരെന്താണ്? വസന്തസേന. ഇവൾ ആരാണ്? ഇവൾ നമ്മുടെ ശരീരത്തിലെ സുഷുമ്ന നാഡിയാണ്. സുഷുമ്ന നാഡി നമ്മുടെ നട്ടെല്ലിൻ്റെ അല്ലേ, അവിടെ അല്ലേ സുഷുമ്ന നാഡി? അപ്പോൾ അതാണ് സുഷുമ്ന നാഡി. പിന്നെ ആ തോഴി, രണ്ട് തോഴിമാരുണ്ട്. അതിലൊരു തോഴിയാണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മുടെ എന്താ പറയുക, ബാക്ക് ബോണിൻ്റെ അവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് നാഡികളുണ്ട്. അതിനെ നമ്മൾ ഇടാന്നും പിങ്കള എന്നും പറയും. ഇട, പിങ്കള. അതിലൊരു നാഡിയാണ് ഈ തോഴി. പിന്നെ ഉള്ളത് യമകിങ്കരനാണ്, കാലൻ. നമ്മുടെ ശവം എന്താണ്, നമ്മളെ പ്രാണനെടുത്ത് നമ്മളെ ശവമാക്കുന്ന, നമ്മുടെ മരണസമയത്ത് വരുന്ന ആളാണ് കാലൻ അല്ലേ? നമ്മൾ പറയില്ല കാലൻ വന്നു എന്ന് പറയില്ല. അപ്പോൾ കാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലമാണ്, സമയമാണ്. അപ്പോൾ ഇവിടുത്തെ യമൻ എന്തിൻ്റെ പ്രതീകമാണ്? സമയത്തിൻ്റെ പ്രതീകമാണ്. ഓക്കെ, അപ്പം ഇത്രയും ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഈ പാഠത്തിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഓരോ ക്യാരക്ടറും ഓരോരോ പ്രതീകമായിട്ടാണ് വരുന്നത്. മക്കളെ, നിങ്ങൾക്കറിയാം ഈ നമ്മുടെ ഈ ഭാരതത്തിൽ ഒരുപാട് മതങ്ങൾ ഉണ്ട്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് അല്ലേ? അപ്പം ഹിന്ദു എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദു മതം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഭാരതത്തിൽ മുഴുവനായിട്ട് ഉണ്ടായിരുന്ന സംസ്കാരത്തിന്റെ രൂപമാണ് ഹിന്ദു മതം.
അപ്പോൾ ഹിന്ദു മതത്തിൽ നിന്നും മാറിയിട്ടോ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടോ അതിനെതിരായിട്ടോ ഭാരതത്തിൽ തന്നെ വേറെയും മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഭാരതം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ഒരു കൺസെപ്റ്റിൽ വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ നേപ്പാളിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മതമാണ് ബുദ്ധമതം. അപ്പോൾ ബുദ്ധമതത്തിലെ പല തത്വങ്ങളും ഹിന്ദു മതത്തിന് ഓപ്പോസിറ്റ് എന്ന രീതിയിലും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കളിയാക്കലുകളോ ചീത്ത വിളിക്കുക എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അപമാനിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് അപ്പോൾ ഈ ബുദ്ധമത വിശ്വാസികളെ കളിയാക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു പ്രഹസനമാണ് നമ്മുടെ ഭൂമിയിൽ മുമ്പ് കണ്ടിട്ടില്ലാത്തത് എന്ന പേരുള്ള ഈ ഒരു പ്രഹസനം. അപ്പോൾ ബുദ്ധമത വിശ്വാസികളെ കളിയാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ബുദ്ധമതത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒരു ഗുരുവാണ്. ഗുരുവിനെ നമ്മൾ പാഠത്തിൽ പരിവ്രാജകൻ എന്നാണ് പറയാം. എന്താണ് ഗുരു? ആരാണ്? എവിടെ ഗുരു ആരാണ്? ഗുരു പരിവ്രാജകനാണ് കേട്ടോ. നമ്മുടെ ഗുരു പരിവ്രാജകനാണ്, സന്യാസിയാണ്. പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സന്യാസി. പരിവ്രാജകൻ സന്യാസി, അങ്ങനെയാണ് സന്യാസി എന്ന് എഴുതുക കേട്ടോ. സന്യാസി, ക്ലിയർ? അപ്പോൾ പരിവ്രാജകനാണ് നമ്മുടെ സന്യാസി. ശിഷ്യന്റെ പേര് ശാണ്ഡില്യൻ. ശിഷ്യന്റെ പേര് എന്താണ്? ശാണ്ഡില്യ എന്നാണ് ശിഷ്യന്റെ പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗുരു മറ്റേ നമ്മുടെ പരമാത്മാവിന്റെ പ്രതീകമാണ്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പരമമായ ആത്മാവ്, ആ സാക്ഷാത് ദൈവം എന്നൊക്കെ പറയുന്ന പോലെ. ജീവാത്മാവ് നമ്മൾ അതിൽ നിന്ന് ഉണ്ടായി വന്ന ജീവാത്മാവ്. അപ്പോൾ അത് ഗുരു പരമാത്മാവും ശിഷ്യൻ ജീവാത്മാവുമാണ്. പരിവ്രാജകൻ സന്യാസി പരമാത്മാവും, ശാണ്ഡില്യൻ ജീവാത്മാവുമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ. പിന്നെ ഒരു വേശ്യയുണ്ട്, ഒരു അജ്ജുക എന്ന് പറയുന്ന, വസന്തസേന എന്ന് പറയുന്ന, ഗണിക എന്ന് പറയുന്ന വേശ്യയുണ്ട്. അജ്ജുക എന്ന് പറഞ്ഞ ആരാണ്? വേശ്യ. അതാരാണ്? ഇവിടെ ആരാണത്? വസന്തസേന എന്നാണ് അവളുടെ പേര് കേട്ടോ. വസന്തസേന, ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. വസന്തസേന. പിന്നെ ഒരു വൈദ്യൻ വരുന്നുണ്ട്, യമൻ. തോഴിയുണ്ട്, വൈദ്യനുണ്ട്, ഡോക്ടർ, വൈദ്യനുണ്ട്, യമൻ ഉണ്ട്. യമൻ എന്ന് പറഞ്ഞാൽ കാലൻ, യമകിങ്കരൻ. ഓക്കെ, മനസ്സിലായോ? ഈ വൈദ്യന്മാർ എന്ന് പറയുന്നത് ഇവിടെ സങ്കല്പത്തിന്റെ പ്രതീകമാണ്. സങ്കല്പം, വികല്പം, അങ്ങനെ രണ്ട് പ്രതീകം. സങ്കല്പം, വികല്പം. ശരി. അപ്പോൾ ഈ ബുദ്ധമതത്തെ കളിയാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രഹസനം തുടങ്ങുന്ന സമയത്ത് ഒരു നാടകമാണെന്ന് പറഞ്ഞു. സ്റ്റേജാണ്. ഒരു സ്റ്റേജിൽ ഈ സംഭവം നടക്കുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 52ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം അല്ലേ. അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു കേർട്ടൻ ഉണ്ട്. കേർട്ടൻ്റെ ആ സ്റ്റേജിൽ മഞ്ചത്തിൽ എന്താ ഉള്ളത്? ഒരു മരം. അവിടെ നമ്മുടെ പരിവ്രാജകൻ സന്യാസിയും അയാളുടെ ശിഷ്യനും ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുന്നുണ്ട്. ബാക്കിൽ എയറിൽ കൂടെ കാലണിങ്ങനെ വരുന്നുണ്ട്. ഒരു സൈഡിൽ വേറൊരു മരമുണ്ട്. ആ മരത്തിന്റെ അവിടെ നമ്മുടെ വസന്തസേനയും തോഴിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ നാടകം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് കോമഡിയാണ്, ചിരിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പ്രഹസനം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയോ കോമഡികളുണ്ട്, വരാൻ പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇത് തുടങ്ങുമ്പോൾ, പ്രഹസനം തുടങ്ങുമ്പോൾ നമ്മുടെ പരിവ്രാജകൻ ഈ സന്യാസിയും ശിഷ്യനായ ശാണ്ഡില്യനും തമ്മിൽ കോൺവെർസേഷനാണ്. അവർ ഹിന്ദു മതത്തെക്കുറിച്ച്, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും, ചർച്ച ചെയ്യും. അപ്പോൾ ഈ ശാണ്ഡില്യൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു ആയതാണ്. മുമ്പ് അയാൾ ആരായിരുന്നു? അയാൾ ബുദ്ധമത വിശ്വാസിയായിരുന്നു. അപ്പോൾ അയാൾ ബുദ്ധമതത്തിൽ നിന്ന് വിട്ടിട്ട്, ബുദ്ധിസ്റ്റാണ്. അയാൾ ബുദ്ധം വിട്ടിട്ട് ഇപ്പം ഹിന്ദുത്വത്തിലേക്ക് വരാൻ കാരണം എന്താണ്? ഹിന്ദു മതത്തിലേക്ക് വരാൻ കാരണം എന്താണ്? ഹൈന്ദവ മതത്തിലേക്ക് വരാൻ കാരണം എന്താണ്? ബുദ്ധമതത്തിൽ നമുക്ക് ഒരു നേരെ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദു മതത്തിൽ നമുക്ക് എത്ര നേരം വേണം കഴിക്കാമല്ലോ, റൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹിന്ദു മതത്തിൽ നമ്മൾ കുറച്ചുകൂടി റൂൾസ് ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും കാര്യമായിട്ട് നമ്മളെ ബാധിക്കാറില്ല. പക്ഷെ ബുദ്ധമതത്തിൽ കൃത്യമായ ആ റൂൾ അനുസരിക്കണം എന്നുണ്ട്. അപ്പോൾ അവിടെ സന്യാസ ജീവിതം പോലെയാണ്. അപ്പോൾ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ബുദ്ധമതത്തിൽ ആ ഒരു നേരം ആഹാരം കിട്ടുന്നത് പ്രശ്നമായതുകൊണ്ട് 3 നേരം ആഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശാണ്ഡില്യൻ ബുദ്ധനെ വിട്ടിട്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നത്. ശാണ്ഡില്യനെ തിന്നുക ഉറങ്ങുക ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. 3 നേരം ആഹാരം കഴിക്കുക, ഉടുക്കുക, ഉറങ്ങുക, കഴിക്കുക, കിടക്കുക, കഴിക്കുക. ഇത് തന്നെ അയാളുടെ മെയിൻ പരിപാടി. അങ്ങനെ ഹിന്ദു ധർമ്മത്തിലേക്ക് വന്ന് നമ്മുടെ സന്യാസിയെ കണ്ടുമുട്ടി കുറച്ചു കാലം പരിവ്രാജകന്റെ ശിഷ്യനായിട്ട് അയാളുടെ ഒപ്പം കൂടി. പക്ഷെ പരിവ്രാജകൻ പഠിപ്പിക്കുന്നൊന്നും നമ്മുടെ ശാണ്ഡില്യന് ഇഷ്ടമല്ല. ശാണ്ഡില്യന് ഇതൊന്നും തലയിൽ കയറുന്നില്ല. പരിവ്രാജകൻ അവിടെ ഇരുന്നിട്ട് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലാണ്. അപ്പോൾ ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എനിക്കൊന്നും പഠിക്കണ്ട, എനിക്കൊന്നും ഇഷ്ടമല്ല, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് നമ്മുടെ ശാണ്ഡില്യം പറയും, ശിഷ്യൻ പറയും. അപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യങ്ങളൊന്നും ആരുടെ തലയിൽ കയറൂല? ശിഷ്യന്റെ തലയിൽ കയറൂല അല്ലേ. അപ്പോൾ
ചില ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് തലയിൽ കയറില്ല, കുട്ടികൾ ശ്രദ്ധിക്കില്ല, കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവരങ്ങ് വിചാരിക്കും. അവർ വിചാരിക്കും ഇതൊക്കെ എന്ത് ഇയാളെങ്ങനെ പലതും പറയും അല്ലേ, രാവിലെ എണീറ്റ് വന്നിട്ട് തള്ളാൻ വേണ്ടി കുറേ ആൾക്കാരെന്ന് അയാൾ വിചാരിക്കും. അപ്പോൾ ശാന്തിലിൻ അങ്ങനെയാണ് വിചാരിച്ചത്, ഇയാൾ ഇറങ്ങി കിടന്ന് തള്ളുന്നുണ്ടല്ലോ, എനിക്കിതൊന്നും സെറ്റാവില്ല എന്ന് ശാന്തിലിനെ ഉറപ്പിച്ചു. എന്നാലും ഗുരു പറയുന്നത് ഒന്ന് മനസ്സിലാക്കാനോ അത് ലൈഫിലേക്ക് എടുക്കാനോ നന്നാവാനോ ഒന്നും ശാന്തിലിൻ റെഡിയായില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ഗുരു എന്തെങ്കിലും പറയും, മകനെ അങ്ങനെ ചെയ്യരുത്, അതിങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊട്ടത്തരം പറയാതെ പോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിഷ്യൻ ഗുരുവിനെ ചീത്ത പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ശാന്തിലിനും ഗുരുവും തമ്മിൽ അടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് വേദാന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലും വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയിലും ഗുരു പറയുന്നത് മുഴുവൻ ശിഷ്യൻ ചീത്ത പറയും, തിരിച്ച് അയാൾ ചീത്ത വിളിക്കും. ആരെ? ഈ ഗുരുവിനെ ചീത്ത പറയും അല്ലേ. ചില കുട്ടികൾ ടീച്ചേഴ്സിനെ ചീത്ത വിളിക്കും, സോഷ്യൽ മീഡിയയിലൊക്കെ പോയി ചീത്തയൊക്കെ വിളിക്കും. അപ്പോൾ നമ്മുടെ ലൈവിൻ്റെ ഇടയിലൊക്കെ ആരൊക്കെയോ ഒന്ന് കമൻസ് ഇടാറില്ലേ, ബാഡ് കമൻസ് ഇടാറില്ലേ. അപ്പോൾ അതുപോലെ പിന്നെ എന്താണ്, ഒരു ബാഡ് സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ ശാന്തില്യൻ. ഈ ബാഡ് സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നു, ഗുഡ് ടീച്ചറായിട്ടുള്ള നമ്മുടെ പരിവ്രാജകനെ തെറി വിളിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. ആ സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു മരത്തിൻ്റെ അടുത്ത്, ഇവരുടെ മതിലിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല കണ്ടോ, സ്റ്റേജിൽ നോക്കുക, അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പുറത്ത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിലേക്ക് പിക്ചർ എവിടെ, ഇതാ ഈ ഗാർഡനിലേക്ക് ആര് വരികയാണ്, ഇതാണ് ഗാർഡൻ. ഈ ഗാർഡനിലേക്ക് ആര് വരികയാണ്, നമ്മുടെ പിന്നെ വസന്തസേന ഫ്രണ്ടിൻ്റെ കൂടെ വരികയാണ്. ഇതാണ് വസന്തസേന. വസന്തസേന തോഴിയുടെ കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് വസന്തസേന തോഴിയുടെ കൂടെ വരുമ്പോൾ തോഴി ഇങ്ങനെ അവിടെ ഇരിക്കും, രണ്ടുപേരും അവിടെ ഇരിക്കും. അപ്പോൾ വസന്തസേന നന്നായിട്ട് എന്താണ് പാട്ടൊക്കെ പാടും. ഐഡിയാസ് ശാസ്ത്രങ്ങളൊക്കെ അപ്ലൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. അപ്പോൾ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ വസന്തസേന. അപ്പോൾ തോഴി വസന്തസേനയോട് പറയും, വസു ഒരു പാട്ട് പാടി മോളെ എന്ന് പറയും. അപ്പോൾ വസന്തസേന എന്ത് ചെയ്യും, നല്ലൊരു പാട്ടൊക്കെ പാടാൻ വേണ്ടി ഇരുന്നിട്ട് തൊണ്ടയിൽ കിച്ചൊക്കെ മാറ്റിയിട്ട് സാ പാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ ഈ പാട്ട് ആര് കേൾക്കും, നമ്മുടെ ശാന്തില്യൻ കേൾക്കും. ശാന്തില്യൻ ആരാണ്, ശാന്തില്യൻ ഒരു ചെറിയ കോഴിയാണ്. ശാന്തില്യൻ ചെറിയൊരു കോഴിയാണെന്ന് പറഞ്ഞാൽ ശാന്തില്യൻ്റെ പാട്ട് കേട്ടപ്പോൾ തന്നെ അടിപൊളി, അപ്പുറത്തൊരു നല്ലൊരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ, നോക്കിയാലോ പോയിട്ടെന്ന് പറഞ്ഞ് ശാന്തില്യൻ എല്ലാവരും നന്നിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി പോകും. അങ്ങനെ പാട്ട് കേൾക്കാൻ വേണ്ടി പോയി ശാന്തില്യൻ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് പാട്ട് കേൾക്കുമ്പോൾ, പാട്ട് കേട്ടാൽ പാമ്പ് വരുമെന്ന് പറയാറില്ലേ, അതുപോലെ സന്ധ്യാസമയത്താണെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ പറയും സന്ധ്യാസമയത്ത് ചൂളം അടിക്കരുത്, പാമ്പ് വരുന്നത്. പാമ്പിന് ചെവിയൊന്നുമില്ല. എന്തായാലും വസന്തസേനയുടെ പാട്ട് പാമ്പിന് ഇഷ്ടപ്പെട്ടില്ല. എവിടുന്ന് ഒരു പാമ്പ് വന്ന് വസന്തസേനയെ കൊത്തി. അപ്പോൾ വസന്തസേനയെ പാമ്പ് കടിച്ച് വസന്തസേന ബോധം വീണ് അവിടെ ചത്തു, മരിച്ചുപോയി. പിന്നെ എന്ത് സംഭവിച്ചു, അത് നമുക്ക് പാഠം പഠിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഈ ജനറലായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ ഓർത്തു വെക്കുക. സന്യാസി എന്ന് പറയുന്ന പരിവ്രാജകനുണ്ട്, അദ്ദേഹം ഗുരുവാണ്. അദ്ദേഹത്തിനൊരു ശിഷ്യനുണ്ട്, ശിഷ്യനെ ശാന്തില്യൻ. ഓക്കെ. പിന്നെ ഒരു അജ്ജുക, ഒരു വേശ്യയാണ്, വസന്തസേനയാണ്, അവളാണ് പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. പിന്നെ ഒരു തോഴിയുണ്ട്. പിന്നെ ഒരു പാമ്പ് കടിച്ച് മരിക്കുമ്പോൾ ഒരു ഡോക്ടറെ വിളിക്കുമല്ലോ, ഡോക്ടർ വൈദ്യനാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പാമ്പ് കടിക്കുമ്പോൾ ചത്ത് പോകുമ്പോൾ ആര് വരും, കാലൻ വരും അല്ലേ. പോത്തിൻ്റെ മുകളിൽ കാലൻ വരും, യമദേവൻ വരും. ഇപ്പം കാലനുണ്ട്. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇത്രയുമാണ് മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോവാണ്, ചാപ്റ്ററിലേക്ക് പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ, ഉറങ്ങി വീഴല്ലേ, ഉറങ്ങുന്നുണ്ടോ മക്കളെ? ഓക്കെ, നോക്കുക. പാഠപ്രവേശ, പേജ് നമ്പർ 52 അല്ല, 52 അല്ലല്ലോ, 51. പെട്ടീനുള്ളിൽ ഒരു വിളംബര പത്രം പോലെ പാഠപ്രവേശ അടിച്ചു വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. ഭഗവതജ്ജുകം പ്രഹസനം രചനാബോധായന. ഭഗവതജ്ജുകം പാഠത്തിൻ്റെ പേരല്ല, ആ പാഠം എടുത്ത ബുക്കിൻ്റെ പേരാണ്. ആ ബുക്ക് എഴുതിയത് ബോധായനനാണ്. ബോധായനൻ രചന. ഈ ബുക്ക് എന്താണ്, അതൊരു പ്രഹസനമാണ്. ദൃശ്യകാവ്യം രൂപകമിതി വ്യവഹ്രിയതേ. ഞാൻ വായിക്കാം കേട്ടോ, അത് കഴിഞ്ഞിട്ട് അർത്ഥം പറയാം, ശ്രദ്ധിച്ചോളൂ. ദൃശ്യകാവ്യം രൂപകമിതി വ്യവഹ്രിയതേ. രൂപകാണി നാടകാദിഭേദേന ദശ ഭവന്തി. രൂപകാണി നാടകാദിഭേദേന ദശ ഭവന്തി. തേഷു അന്യതമം പ്രഹസനമിതി കഥ്യത്തെ. അമാനുഷവൃത്തീനാം കൽപ്പന, അസ്പഷ്ടഭാഷണം, ഭാഷാപ്രയോഗേഷു വൈകല്യം ഇത്യാദീനി ഹാസ്യരസപ്രധാനേഷു പ്രഹസനേഷു പ്രായേണ ദൃശ്യന്തെ. സംസ്കൃതേ മഹേന്ദ്രവിക്രമസ്യ മത്തവിലാസപ്രഹസനം ബോധായനസ്യ ഭഗവദജ്ജുകം ച പ്രഹസനേഷു പ്രസിദ്ധേ സ്തഃ. ഭഗവദജ്ജുകാത്ത് സമാകലിതോയം പാഠഭാഗ. എന്താണ് പറയുന്നത്?
ദൃശ്യകാവ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാവ്യം, അതായത് സ്റ്റേജിൽ കളിക്കുന്നതോ ഒരു തിയേറ്ററിൽ സിനിമ കാണിക്കുന്നതോ ഒരു നാടകം അല്ലെങ്കിൽ ഒരു ഡാൻസ്, അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതൊക്കെ ദൃശ്യമായിട്ടുള്ളതൊക്കെ ദൃശ്യകാവ്യമാണ്. പിന്നെ കേൾക്കാൻ പറ്റുന്നതൊക്കെ ശ്രവ്യകാവ്യമാണ്. ഓക്കെ, അപ്പോൾ ദൃശ്യകാവ്യം രൂപകമിതി വ്യവഹ്രിയതേ, കാണാൻ പറ്റുന്നത് രൂപകം ആണ് എന്ന് അറിയപ്പെടുന്നു. അതായത് കാണാൻ പറ്റുന്നതൊക്കെ രൂപമുള്ളത് അല്ലേ, കാണാൻ പറ്റുന്നതിനൊക്കെ രൂപമുള്ളതിനൊക്കെ രൂപകം എന്ന് വിളിക്കുന്നു. രൂപകാണി നാടകാതിഭേദേന ദശ ഭവന്തി. അപ്പോൾ ഈ രൂപകങ്ങൾ നാടകങ്ങൾ അങ്ങനെ 10 ടൈപ്പാണ് ഉള്ളത്. രൂപകാദി നാടകാദി ഭേദം, അതിന് എത്ര ഭേദങ്ങളുണ്ട്? രൂപകത്തിന് 10 ഭേദങ്ങൾ ഉണ്ട്. രൂപകത്തിന് 10 ഭേദങ്ങളാണ്. ദശരൂപകം എന്നാണ് പറയുക കേട്ടോ. 10 ഭേദങ്ങളാണ് ഉള്ളത്. അപ്പോൾ രൂപകത്തിന് എത്ര ഭേദങ്ങളുണ്ട്? 10 ഭേദങ്ങളുണ്ട്. ദശരൂപകം. റെഡി? അപ്പോൾ 10 തരമാണ് ഉള്ളത്. തേഷു, അവയിൽ അന്യതമം, വളരെ സൂപ്പർ, വളരെ മികച്ചതാണ്, മികച്ച ഒരു ടൈപ്പ് ഓഫ് രൂപകമാണ്. ഈ 10 എണ്ണത്തിൽ ഒരു നല്ല ഒരു രൂപകമാണ് എന്താണ്? പ്രഹസനമിതി കഥ്യത്തെ. അതിനെന്ത് വിളിക്കുന്നു? പ്രഹസനം എന്ന് വിളിക്കുന്നു. അപ്പോൾ ദശരൂപകങ്ങളിൽ 10 രൂപകങ്ങളിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് ഉള്ള ഒന്നാണ് പ്രഹസനം. റെഡി? മനസ്സിലാവുന്നുണ്ടല്ലോ? അമാനുഷവൃത്തീനാം കൽപ്പന എന്ന് പറഞ്ഞാൽ അമാനുഷികമായ ഒരു ഭാവന, ഒരു ഇമാജിനേഷൻ, മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള അല്ലെങ്കിൽ അമാനുഷികമായ അല്ലേ, വളരെ എന്താ പറയുക, നമ്മളങ്ങനെ എന്തായാലും പറയാം, ഇംഗ്ലീഷിൽ എന്താ പറയുമല്ലോ, ഫാൻറ്റസി ഒക്കെ ആയിട്ടുള്ള കൽപ്പന. പിന്നെ അസ്പഷ്ട ഭാഷണെ, കുറച്ച് അത്ര ഒരു ഡയറക്റ്റായിട്ടൊന്നും പറയാതെ ഒന്ന് ക്ലിയർ അല്ലാത്ത രീതിയിലോ വളച്ചിട്ടോ ഡ്യുവൽ മീനിങ്ങിലോ കുറച്ച് കോമഡി ഒക്കെ ചേർത്തിട്ടോ ഒക്കെ പറയുന്ന ലാംഗ്വേജ്. പിന്നെ ഭാഷാപ്രയോഗം, വൈകല്യം, കുറച്ച് ഞാൻ പറഞ്ഞ പോലെ വളച്ചൊടിച്ച് പറയുന്ന രീതിയിലുള്ള ഭാഷാപ്രയോഗ വ്യതിയാനങ്ങൾ ഇത്യാദീനി, അങ്ങനെയൊക്കെ ഉള്ളത് അടങ്ങിയിട്ടുള്ള ഒരു ഹാസ്യരസ പ്രധാനമായിട്ടുള്ള പ്രഹസനേഷു, വളരെ കോമഡി ആയിട്ടുള്ള കോമിക് ആയിട്ടുള്ള ഒരു പ്രഹസനത്തിൽ നിന്ന്, ഒരു നാടകത്തിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റീസ് എന്തിലാണ് കാണുന്നത്? സാധാരണ പ്രായേണ എന്ന് പറഞ്ഞാൽ സാധാരണ ദൃശ്യത്തെ സാധാരണ എവിടെ കാണുന്നു? പ്രഹസനത്തിൽ കാണുന്നു. അപ്പോൾ രൂപകത്തിൽ ഒന്നായ പ്രഹസനം അടിപൊളിയാണ്. ആ പ്രഹസനത്തിൽ എന്താണ് കാണുന്നത്? ഫാൻറ്റസി ഉണ്ടാവും, സ്പെഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ടാവും, വളച്ച് പറയുക എന്ന പരിപാടി ഉണ്ടാവും, ഡ്യുവൽ മീനിങ് ഉണ്ടാവും, കോമഡി ഉണ്ടാവും. അങ്ങനെ കുറച്ച് രസകരമായി പറഞ്ഞു പോകുന്ന ഒരു നാടകത്തിൻ്റെ ടൈപ്പാണ് പ്രഹസനം എന്ന് പറയുന്ന കലാരൂപം, ആർട്ട് ഫോം. ക്ലിയർ? പിന്നെന്താ പറയുന്നത്? സംസ്കൃതേ മഹേന്ദ്ര വിക്രമസ്യ മത്തവിലാസ പ്രഹസനം. നേരത്തെ ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, മത്തവിലാസ പ്രഹസനം എന്ന് പറയുന്ന ഒരു നാടകം, ഒരു ടൈപ്പ് ഓഫ് പ്രഹസനം മഹേന്ദ്ര വിക്രമൻ എഴുതിയതായിട്ടുണ്ട്. ബോധായനൻ എഴുതിയ ഭഗവത് അജ്ജുകം, ബോധായനസ്യ ഭഗവത് എന്നാണ്, ബോധായനസ്യ ഭഗവത് അജ്ജുകം ച പ്രഹസനേഷു പ്രസിദ്ധേസ്ത. അങ്ങനത്തെ 2 ഫേമസ് ആയിട്ടുള്ള പ്രഹസനങ്ങളാണ് ഉള്ളത്. ഒന്ന് ഏതാണ്? മഹേന്ദ്ര വിക്രമൻ്റെ മത്തവിലാസം, പിന്നെ ബോധായനൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഭഗവത് അജ്ജുകം. ഇത്രയും ഈ 2 ടൈപ്പ് ഓഫ് പ്രഹസനമാണുള്ളത്. അതിൽ നിന്നും ഭഗവത് അജ്ജുകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എടുത്തതാണ് നമ്മുടെ പാഠം. ഭഗവത് അജ്ജുകം എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും സമാകലിതോയം അയം പാഠഭാഗ, ഈ പാഠഭാഗം എവിടെ നിന്ന് എടുത്തതാണ്? ഭഗവത് അജ്ജുകത്തിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പാഠപ്രവേശം. ഇനി നമ്മൾ ആമുഖത്തിലേക്ക് പോവാണ്. കഥ തുടങ്ങുകയാണ്. 52ാമത്തെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് നാടകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. നാടകം തുടങ്ങുന്നതിന് മുമ്പ് എന്താ പറയുന്നത്? കഥാസന്ദർഭം പറയാണ്. വായിക്കാട്ടോ. കസ്യചിത്ത് പരിവ്രാജകസ്യ ശിഷ്യോ ഭവതി ശാണ്ഡില്യഃ. നിങ്ങൾ ഈ 2 വേർഡ് നോട്ട് ചെയ്യുക. ക്യാരക്ടർ നമ്പർ 1 പരിവ്രാജകൻ, ക്യാരക്ടർ നമ്പർ 2 ശാണ്ഡില്യഃ. ഭോജനൈകപ്രിയഃ പഠനവിമുഖഃ സഹ ബഹുവാരം ഗുരുണാ സഹ തർക്കയതി. വിദ്വാനിതി സ്വയം മത്വാ അസാധുഭിരേവ വാഗ്ഭിഃ ജൽപതി ച. കദാചിത് ഗുരുശിഷ്യൗ കസ്മിശ്ചിത് ആരാമേ ഉപവിശതാം. തദൈവ വസന്തസേന ചേട്ട്യാ സഹ തത്ര ആഗച്ഛതി. അപ്പോൾ ക്യാരക്ടർ നമ്പർ 3 വസന്തസേന, ക്യാരക്ടർ നമ്പർ 4 ചേട്ടി. ചേട്ടി എന്ന് പറഞ്ഞാൽ തോഴി. ചേട്ട്യാ സഹ, തോഴിയോടൊപ്പം. ചേട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? തോഴി, ദാസി. ഓക്കെ,
സാ തു വിഷസർപ്പദംശനേന മൂർച്ഛതി. അടുത്ത ക്യാരക്ടർ വിഷപ്പാമ്പ്. വിഷസർപ്പദംശനത്താൽ അവൾ മരിക്കും. അത്രാന്തരേ അന്യസ്യാഹ വസന്തസേനാഭിധായാഹ പ്രാണാൻ ഹർത്തുമാഗതാഹ യമകിങ്കരഃ പ്രമാദേന അസ്യാഹ വസന്തസേനായാഹ പ്രാണാൻ അപഹരതി ച. അയമേവ കഥാസന്ദർഭ. അടുത്ത ക്യാരക്ടർ, ലാസ്റ്റ് ക്യാരക്ടർ, നമ്മുടെ മെയിൻ ക്യാരക്ടർ യമൻ. പിന്നെ ഉണ്ട് ചെറിയ ചെറിയ ക്യാരക്ടർ, വൈദ്യൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ മക്കളെ, എന്താണ് ഇപ്പൊ പറഞ്ഞതിന്റെ മീനിങ്? എന്താ? കസ്യചിത്ത് പരിവ്രാജകസ്യ ശിഷ്യോ ഭവതി ശാണ്ഡില്യഃ. കസ്യചിത്ത് ഏതോ ഒരു, പരിവ്രാജകസ്യ ഏതോ ഒരു സന്യാസിയുടെ, പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ സന്യാസി, ഏതോ ഒരു സന്യാസിയുടെ, കസ്യചിത്ത് പരിവ്രാജകസ്യ ശിഷ്യോ ഭവതി ശാണ്ഡില്യഃ, ശിഷ്യനാണ് ശാണ്ഡില്യൻ. ഒരു എവിടെ എന്താണ്, ദർവാസെ കിങ് എന്ന് പറയുന്ന പോലെ ദർവാസെ സെയിന്റ്, ഒരു സന്യാസി ഉണ്ടായിരുന്നു. പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. നമ്മുടെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് പറയാണ്, ഒരു സന്യാസി ഉണ്ടായിരുന്നു, ഉണ്ട് അല്ലെ, സ്റ്റേജിൽ ഒരു സന്യാസി ഉണ്ടാവും. ആ സന്യാസിക്ക് ഒരു ശിഷ്യനുണ്ട്, ശിഷ്യന്റെ പേരാണ് ശാണ്ഡില്യൻ. അപ്പോൾ ആ ഫോട്ടോയിൽ നോക്കുക. ഫോട്ടോ പോയാ ഇങ്ങോട്ടാണോ ഫോട്ടോ കളർ ഫോട്ടോ ആ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സന്യാസിയും ശിഷ്യനുണ്ട്. ഭോജനൈകപ്രിയ പഠനവിമുഖ സഹ. ഭോജനൈകപ്രിയ, ഭക്ഷണം ഏകപ്രിയ, ഭക്ഷണം മാത്രം മതി, ഭക്ഷണം എന്ന ഒറ്റ വിചാരമുള്ള ആള്, തീറ്റപ്രിയൻ അല്ലെ, ഭക്ഷണപ്രിയനായിട്ടുള്ള, പഠനവിമുഖ പഠിക്കാൻ നല്ല ഇഷ്ടം ഇല്ലാത്ത, വളരെ മടിയനായിട്ടുള്ള, പഠനത്തിൽ നിന്നും വിമുഖത വൈമുഖ്യം ഉള്ളവൻ, മുഖം തിരിക്കുന്നവൻ, വായിക്കാനും പഠിക്കാനും ഇൻട്രസ്റ്റ് ഇല്ലാത്തവൻ, തിന്നുക എന്നുള്ള വിചാരം മാത്രമുള്ളവൻ. അവൻ എന്ത് ചെയ്യും? അവൻ ബഹുവാരം ഗുരുണാ സഹ തർക്കയതി, എപ്പോഴും എല്ലാ സമയത്തും ഒരുപാട് പ്രാവശ്യം അവൻ എന്ത് ചെയ്യുന്നു? ഈ ഗുരുവിനോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗുരു പറയുന്ന ഒന്നും കേൾക്കില്ല. എപ്പോഴും ഗുരുവിനെ നിന്ദിക്കുക, ഗുരുവിനെ തിരിച്ച് ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ഗുരുവിനോട് ചൂടാവുക, അങ്ങനെ ഉള്ള ഒരു സ്വഭാവം, തർക്കിക്കുക. വിദ്വാൻ ഇതി സ്വയം മത്വാ അസാധുഭിരേവ വാഗ്ഭിഹി ജൽപതിച്ച. വിദ്വാൻ, അവൻ എന്താ അവനെക്കുറിച്ച് വിചാരിക്കുന്നത്? ശാണ്ഡില്യൻ എന്താ സ്വയം വിചാരിക്കുന്നത്? ശിഷ്യനായ ശാണ്ഡില്യൻ വിചാരിക്കുന്നത് അവൻ ഭയങ്കര അറിവുള്ള ആളാണ് അല്ലേ, നല്ല അറിവുള്ള ആളാണ്, വളരെ റിസോഴ്സ് പേഴ്സൺ ആണ്, വളരെ നോളജ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊരു ധാരണ ശാണ്ഡില്യൻ ഉണ്ട്. അവൻ്റെ ഗുരുവിനോട് പുച്ഛമാണ്, ഗുരുവിനെ കളിയാക്കും, ഗുരുവിനെ ചീത്ത പറയും. അങ്ങനത്തെ ഒരു തലതെറിച്ച പയ്യൻ എന്ന് പറയുന്ന കുരുത്തം കെട്ട ചെക്കനാണ് നമ്മുടെ ശാണ്ഡില്യൻ. ശാണ്ഡില്യൻ സ്വയം വിചാരിക്കുന്നത് ഞാൻ വലിയ പുള്ളിയാണ്, വലിയ അറിവുള്ള ആളാണ് എന്നാണ്. അപ്പൊ വിദ്വാൻ ഇതി, വിദ്വാൻ എന്ന്, അറിവുള്ളവൻ എന്ന്, സ്വയം മത്വ, സ്വയം മാനിച്ചിട്ട്, സ്വയം വിചാരിച്ചിട്ട്, സ്വയം കരുതിയിട്ട്, അസാധുഭിരേവ വാഗ്ഭിഹി ജൽപതിച്ച, അശുദ്ധമായ അല്ലെ, ഒരു മീനിങ് ഇല്ലാത്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള, റോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തെറി വാക്കുകൾ, അശ്ലീല പദങ്ങൾ ഒക്കെ അവൻ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അവൻ ഗുരുവിനോട് കുറെ ചീത്ത വിളിക്കുക എന്ന രീതിയിൽ കുറെ തെറിയൊക്കെ പറയും. അവന് മീനിങ് അറിയത്തില്ല, മീനിങ് അറിയാത്ത വാക്കുകൾ വെച്ചിട്ടൊക്കെ അവൻ ഗുരുവിനോട് ചൂടാകും. എങ്ങനെയുണ്ട്? ഇപ്പം എങ്ങനെ ഇരിക്കണം അല്ലേ? കഥാചിത്ത് ഗുരു ശിഷ്യോ കസ്മിശ്ചിത് ആരാമേ ഉപവിശതാം. ഒരു ദിവസം ഒരിക്കൽ ഗുരു ശിഷ്യോ, നമ്മുടെ ഗുരുവും ശിഷ്യനും, കസ്മിശ്ചിത് ആരാമേ, ഒരു ആരാമത്തിൽ, പൂന്തോട്ടം. ആരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാമം പൂക്കുമ്പോൾ പൂന്തോട്ടം. അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലം, നമ്മുടെ സ്റ്റേജ്, നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്? ഒരു പൂന്തോട്ടമാണ്. അങ്ങനെ ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉപവിശതാം, ഇരിക്കുകയായിരുന്നു. തദൈവ വസന്തസേന ചേട്ട്യാ സഹ തത്ര ആഗച്ഛതി. വസന്തസേന അപ്പോൾ ആ സമയത്ത് അവിടെ വന്നു. ആരുടെ കൂടെ വന്നു? ചേട്ട്യാ സഹ, ചേട്ടിയുടെ കൂടെ. ചേട്ടി എന്ന് പറഞ്ഞാൽ ദാസി, തോഴിക്കൊപ്പം, ദാസിക്കൊപ്പം അവിടെ വന്നു. വസന്തസേന എന്ന് പറഞ്ഞ ആരാണ്? വസന്തസേന ഇവിടെ ഒരു ലേഡിയാണ്. ആ ലേഡി ആരാണ്? ഒരു അജ്ജുകയാണ്. അജ്ജുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേശ്യ. ഓക്കെ, അപ്പോൾ വേശ്യാവൃത്തി ചെയ്യുന്ന വസന്തസേന, അജ്ജുക, അവള് ദാസിക്കൊപ്പം അവിടെ വരുന്നു, ആ ഉദ്യാനത്തിൽ വരുന്നു. ഇപ്പോൾ ഗാർഡൻ ആണ്, പാമ്പുണ്ടാവും അല്ലേ. അപ്പോൾ ഇവളിങ്ങനെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സാധു വിഷ സർപ്പദംശനേന മൂർച്ഛതി. വിഷപ്പാമ്പിന്റെ കടി, ചേരയല്ല, വിഷപ്പാമ്പാണ് കടിച്ചത്. ഏതോ ഒരു പാമ്പ്, മണ്ഡലിയാണോ, ശംഖുവരയനാണോ, അതോ മൂർഖനാണോ നമുക്കറിയില്ല. എന്തായാലും വസന്തസേന മൂർച്ഛതി, ബോധം കെട്ടുപോയി. വസന്തസേന മൂർച്ഛിച്ച് മോഹാലസ്യപ്പെട്ട് വീണു. പാമ്പിന്റെ ദംശനം, സർപ്പത്തിന്റെ ദംശനം, സർപ്പമാണ്. അപ്പം സർപ്പത്തിന്റെ കടി കൊണ്ട് വസന്തസേനയുടെ ബോധം പോയി. ഓക്കെ, വസന്തസേനയുടെ മരിച്ചോ? നമുക്കറിയില്ല, നമുക്ക് നോക്കാം.
അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അത്രാന്തരേ ഇതെവിടെ ഉണ്ട് കേട്ടോ. അത്രാന്തരേ അന്യസ്യാഹ വസന്തസേനാഭിധായാഹ പ്രാണാൻ ഹർത്തുമാഗതഃ യമകിങ്കരഃ. അത്രാന്തരേ അത്ര അന്തരേ അതേസമയം ആ ഒരു ടൈമിൽ തന്നെ അന്യസ്യാഹ മറ്റൊരു വസന്തസേനാഭിധായ മറ്റൊരു വസന്തസേനയുടെ, അതായത് ഈ ടൈമിൽ ഈ വസന്തസേന ഇവിടെ പാമ്പ് കടിച്ചില്ലേ, ഇതേ ടൈമിൽ തന്നെ അപ്പുറത്ത് ആര് വരുന്നു? നമ്മൾ ഫോട്ടോയിൽ നോക്കിയാൽ അറിയാം. ഫോട്ടോയിൽ എന്താ ഉള്ളത്? യമകിങ്കരൻ വരുന്നുണ്ട്, കാലൻ വരുന്നുണ്ട് അല്ലേ. അപ്പൊ കാലൻ എന്തിനാ വരുന്നത്? നമ്മുടെ ജീവൻ എടുക്കാനാണ് വരുന്നത്. സമയം എത്തുമ്പോൾ കാലൻ വരും, മരണം എത്തുമ്പോൾ കാലൻ വരും. സമയമാം രഥത്തിൽ ഞാൻ, ഈ സമയമാം രഥത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോകണം. അതായത് കാലൻ വന്ന് പോത്തിന്റെ പുറത്ത് കാലൻ വരും, നമ്മൾ കാലന്റെ കൂടെ പോകുന്നതാണ് നമ്മൾ പറയാം. അപ്പൊ നമ്മളെ മരിക്കേണ്ട ടൈം ആവുമ്പോൾ കാലൻ വരും എന്നാണ് പറയാം. അപ്പൊ ഇതേ ടൈമിൽ കാലൻ വന്നു. ആരെ കൊണ്ടുപോകാൻ? വസന്തസേനാഭിധായ അന്യസ്യാഹ, മറ്റൊരു, ഈ വസന്തസേനയില്ലേ ഈ പാമ്പ് കടിച്ച, അതല്ല, വേറൊരു വസന്തസേന. അപ്പോൾ വസന്തസേന നമ്പർ 2, ആ നാട്ടിൽ വേറെ പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എല്ലാവർക്കും ഒരേ പേരുണ്ട് വസന്തസേന. അപ്പോൾ വസന്തസേന നമ്പർ 1 ഇവിടെ ഉണ്ട്, വസന്തസേന നമ്പർ 2. ഓക്കെ, വസന്തസേന 1, വസന്തസേന 2. ഇതിൽ വേറൊരു വസന്തസേനയുടെ, മറ്റൊരു വസന്തസേനയുടെ പ്രാണൻ കൊണ്ടുപോകാൻ വന്ന കാലൻ നേരെ ബുക്ക് മറിച്ച് നോക്കിയപ്പോൾ വസന്തസേന മരിക്കുന്ന സമയം രാവിലെ 10 മണി, സ്ഥലം പൂന്തോട്ടം. നോക്കിയപ്പോൾ ആ പൂന്തോട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ, പൂന്തോട്ടമല്ല അവിടെ ആ സ്ഥലം, ഏകദേശം ആ പഞ്ചായത്തിൽ എവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പഞ്ചായത്തിലെ വസന്തസേന 10 മണിയായി, അതാ മരിച്ചു. എന്നാൽ പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് യമൻ വന്നിട്ട് വസന്തസേനയുടെ ആത്മാവിനെയും കൊണ്ട് കാലൻ പോത്തിന്റെ പുറത്ത് കുച്ചു 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 വന്നിട്ട് അങ്ങനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എങ്ങോട്ടോ പോവാണ്. പക്ഷെ കാലന് തെറ്റുപറ്റി. പുസ്തകം മറിച്ചത് കറക്റ്റാണ്, വസന്തസേന തന്നെയാണ് മരിക്കാൻ പോകുന്ന ആളുടെ പേര്, പക്ഷേ സമയം കറക്റ്റാണ്, പക്ഷേ ആള് മാറി. ഈ വസന്തസേന അല്ല, ഈ വസന്തസേന പാവം പാട്ട് പാടിക്കൊണ്ട് പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് കടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ കാലൻ തലേന്ന് രാത്രി നല്ല കീറായിരുന്നു എന്ന് സംശയമുണ്ട്. എന്തായാലും കാലൻ അടിച്ച ഓഫാണെന്ന് തോന്നുന്നു. അപ്പോൾ കാലൻ ആള് മാറി, കാലൻ ഇവളെ അങ്ങ് കൊന്നു, ഇവളുടെ ആത്മാവ് എടുത്ത് കൊണ്ടുപോയി അല്ലേ, ഇവള് മരിച്ചുപോയി. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വസന്തസേന നമ്പർ 2 പിടിക്കാൻ വന്ന കാലൻ വസന്തസേന നമ്പർ 1 കൊണ്ടുപോയി. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ക്ലാസ്സിൽ 2 അർജുൻ പാടില്ല, ഒരു ക്ലാസ്സിൽ 2 ശരത്ത് പാടില്ല അല്ലേ, ഒരു ക്ലാസ്സിൽ 2 അശ്വതി പാടില്ല. അപ്പോൾ പേരിടുമ്പോൾ വെറൈറ്റി പേരിടണം കേട്ടോ. ഞാൻ എൻ്റെ പേരൊക്കെ അതുകൊണ്ട് മാറ്റി. അപ്പം പ്രാണാൻ ഹർത്തുമാഗതാഹ, നമ്മുടെ നാട്ടിൽ എത്ര ഒരേപോലത്തെ പേരാണ്? അഖിൽ, ഒരു കല്ലെടുത്ത് മുകളിട്ടിറങ്ങി അതൊരു അഖിലിൻ്റെ തലയിൽ വീഴും. ശരത്ത്, അശ്വിൻ, അർജുൻ, അഭി, ഫുള്ള് എല്ലാവർക്കും പഞ്ചായത്ത് മൊത്തം അഭിയായിരിക്കും. അപ്പോൾ ഒരേ വസന്തസേന എന്ന പേരുള്ള വേറൊരു പെണ്ണിനെയും കൊണ്ട് നമ്മളെ കാലൻ പോകുന്നു. പ്രാണാൻ ഹർത്തുമാഗതാഹ, പ്രാണൻ എടുക്കാൻ വന്ന യമകിങ്കരഹ, കാലൻ പ്രമാദേന, അബദ്ധം പറ്റി, തെറ്റുപറ്റി അസ്യാഹ വസന്തസേനായാഹ, ഈ ഒരു നമ്മുടെ ഈ ക്യാരക്ടറായിരിക്കുന്ന നമ്മുടെ പൂ പറിക്കാൻ വന്ന പാട്ടുകാരിയായ വസന്തസേനയുടെ പ്രാണൻ അപഹരിച്ച, പ്രാണൻ എടുക്കുന്നു. അയമേവ കഥാസന്ദർഭ, ഇതാണ് നമ്മുടെ കഥാസന്ദർഭം. ഈ ഒരു സംഭവമാണ് നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? സംഭവം കിട്ടിയോ? റെഡി? അപ്പോൾ ആമുഖം കഴിഞ്ഞു. നമ്മൾ പിക്ചർ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പാഠം തുടങ്ങുകയാണ്. 53ാമത്തെ പേജ് നോക്കുക. എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്? ഒരു നാടകം തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്കതിൻ്റെ ലൊക്കേഷൻ അറിയണം അല്ലേ. ഏകം മനോഹരമുദ്യാനം, ഉദ്യാനസ്യ ഏകസ്മിൻ പാർശ്വേ പരിവ്രാജകേന സഹ ശാണ്ഡില്യഃ സംവദതി. എന്താ പറയുന്നത്? ഏകം മനോഹരം ഉദ്യാനം, ഒരു മനോഹരമായ ഉദ്യാനം അല്ലേ. മീനിങ് നമുക്ക് പറയാം കേട്ടോ. ആദ്യം നമുക്കൊന്ന് വായിച്ചു പോവാം, കാണാലോ അല്ലേ. ഏകം മനോഹരം ഉദ്യാനം, ഉദ്യാനസ്യ ഏകസ്മിൻ പാർശ്വേ പരിവ്രാജകേന സഹ ശാണ്ഡില്യഃ സംവദതി. അപരസ്മിൻ പാർശ്വേ വസന്തസേനാനാമിക അജ്ജുക സഖ്യാ സഹ ഉദ്യാനം പ്രവിശതി. അജ്ജുക പറയാണ്, അജ്ജുക ഉദ്യാന സൗന്ദര്യം വീക്ഷ്യ അത്ര ഉപവിശാവഹ. ഇപ്പം മധുകാരിക പറയാണ്, തോഴി പറയാണ്, ദാസി പറയാണ്, ചേട്ടി പറയാണ്, അജ്ജുകേ അത്ര ഉപവിശ്യ ഗാനമേകം ആലപതു. ഉഭേ ഉപവിശതഃ അജ്ജുക ഗായതി. ഉദ്യാനസ്യ അപരസ്മിൻ പാർശ്വേ, അപ്പുറത്ത് ശാണ്ഡില്യനാണ്. ശാണ്ഡില്യൻ എന്താ പറയുന്നത്? കർണം ദത്വ, ചെവി കൊടുത്തിട്ട്, ആഹാ പഞ്ചമനാദ നഹി നഹി പികനാദ ഏവ ന പുനഃ കിം
ആലോച്യ മധുരസ്വരേണ കാചിത് ഗായതി. സാ കാ ഇതി അന്വിഷ്യ ആഗച്ഛാമി. ഗച്ഛതി. പരിതോ നിരീക്ഷ്യ ഹാ ഉദ്യാനദേവതാ ഇവ സർവാഭരണ വിഭൂഷിത ഇയം കാ. ഗഗനാത് യമകിങ്കര ആഗച്ഛതി. അടുത്ത ആൾ വരികയാണ്, യമകിങ്കരം വരികയാണ്. ആത്മകഥം. യസ്യ ആയുഷഃ അന്തം ആഗച്ഛതി തസ്യ ജീവാപഹരണമേവ മമ ധർമ്മഃ. വനപർവതാൻ അനേകാനി രാജ്യാനി ച ഉത്തീര്യ അഹം മനോവേഗേന അത്ര ആഗതഃ അസ്മി. പരിതോ നിരീക്ഷ്യ സാ വസന്തസേന കുത്ര. ഇദാനീം തസ്യാഹ ആയുഷഃ ആന്ത്യം ആഗച്ഛതി. അന്വേഷ്യാമി. പരിതഃ സസൂക്ഷ്മം നിരീക്ഷ്യ അജ്ജുകാം ദൃഷ്ട്വാ ആത്മകഥം. ആഹാ ഇയമേവ സാ വസന്തസേന. ഈഷത് നിമേഷം അവശിഷ്യത്തെ. താവത് പര്യന്തം വിശ്രമ്യ അസ്യാഹ പ്രാണാൻ അപഹരാമി. അപ്പോൾ മക്കളെ, നമ്മുടെ പൂന്തോട്ടത്തിലാണ് സംഭവം നടക്കുന്നത് അല്ലേ. പൂന്തോട്ടം, ലൊക്കേഷൻ ഉദ്യാനം. ക്യാരക്ടർ അജ്ജുക നമ്പർ 1, തോഴി മധുകരിക നമ്പർ 2, ശിഷ്യൻ ശാണ്ഡില്യൻ നമ്പർ 3, യമകിങ്കര കാലൻ നമ്പർ 4. അപ്പോൾ ഈ ഒരു പേജിൽ ഈ 4 പേരാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഏകം മനോഹരം ഉദ്യാനം. മനോഹരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല പൂന്തോട്ടം, മനസ്സിനെ ആകർഷിക്കുന്ന, അപഹരിക്കുന്ന, മനസ്സിനെ അട്രാക്ട് ചെയ്യുന്ന നല്ലൊരു പൂന്തോട്ടം. ഏകം മനോഹരം ഉദ്യാനം, ഒരു നല്ല ഉദ്യാനം. ഉദ്യാനസ്യ ഏകസ്മിൻ പാർശ്വേ, ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗത്ത്, ഒരു പാർശ്വത്തിൽ, ഒരു ഭാഗത്ത് പരിവ്രാജകേന സഹ, സന്യാസിയുടെ ഒപ്പം, സന്യാസി ഉണ്ട് കേട്ടോ, സന്യാസി ഗുരുവാണ്, പരമാത്മാവാണ്. അപ്പോൾ സന്യാസിക്കൊപ്പം ശാണ്ഡില്യ സംവദതി, ശിഷ്യൻ സംസാരിക്കുന്നു. അപരസ്മിൻ പാർശ്വേ, മറ്റേ സൈഡിലോ, മറ്റേ സൈഡിൽ എന്താ ഉള്ളത്? വസന്തസേന നാമിക, വസന്തസേന എന്ന് പേരുള്ള ഒരു അജുക, ഒരു വേശ്യ, സഖ്യാ സഹ, അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ, അവളുടെ ദാസിയുടെ കൂടെ, അവളുടെ തോഴിയുടെ കൂടെ, സഖിയുടെ കൂടെ ഉദ്യാനം പ്രവിശതി, ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത്രയാണ് ആ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളത്. പിന്നെ അജ്ജുക പറയാണ്, അജ്ജുകയുടെ ഡയലോഗാണ്. അജ്ജുക എങ്ങനെയാണ് പറയുന്നത്? ഉദ്യാന സൗന്ദര്യം വീക്ഷിക്കുക, കാണുക. ഉദ്യാനത്തിൻ്റെ ബ്യൂട്ടി മൊത്തം നോക്കിക്കൊണ്ട് അജ്ജുക എന്താ പറയുന്നത്? അത്ര ഉപവിശാവ, നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം മോളെ, മധു അല്ലേ, മധുകരിക, മധു നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ മധുകരിക എന്താ പറയാണ്? തോഴി പറയാണ്, ആയിക്കോട്ടെ നമുക്കിവിടെ ഇരിക്കാം. അജ്ജു എന്താ വിളിക്കുന്നത്? അജ്ജു അല്ലേ, അജ്ജുക്കേ, അവൾ വിളിക്കുകയാണ്, അജ്ജുക്കേ, അജ്ജു അത്ര ഉപവിശ്യ, ഇവിടെ ഇരുന്നിട്ട് ഗാനമേഘമാലവതും, ഇവിടെ ഇരുന്നിട്ട് നീ ഒരു പാട്ട് പാട്. നിന്റെ പാട്ട് കേട്ടിട്ട് കുറേ നാളായി, നമുക്ക് അന്താക്ഷരി കളിച്ചാലോ, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നിട്ടൊരു പാട്ട് പാട്. ഉഭയ ഉപവിശത, രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അജ്ജുക ഗായതി, അജ്ജുക പാട്ട് പാടുന്നു. ഉദ്യാനസ്യ അപരസ്മിൻ പാർശ്വേ, ഉദ്യാനത്തിൻ്റെ മറ്റേ സൈഡിൽ ശാണ്ഡില്യ, നമ്മുടെ ആരുണ്ട്? ശിഷ്യനുണ്ട് അല്ലേ. അപ്പോൾ പാട്ട് പാടുമ്പോൾ ഉദ്യാനത്തിൻ്റെ മറു സൈഡിൽ ആരുണ്ട്? അജ്ജുക പാട്ട് പാടുമ്പോൾ മറ്റേ സൈഡിൽ ആരുണ്ട്? നമ്മുടെ ശാണ്ഡില്യനുണ്ട്. ശാണ്ഡില്യൻ എന്ത് ചെയ്യാണ്? കർണം ദത്വ, ചെവി കൊടുത്തിട്ട്, കർണം എന്ന് പറഞ്ഞതാണ് ചെവി, ചെവി കൊടുത്തിട്ട് എന്താ പറയുന്നത്? ആഹാ അടിപൊളി, എന്താ പാട്ട്, വാ ഷാബാഷ് അല്ലേ, സൂപ്പർ സോങ്. എങ്ങനെയാ പാട്ട്? എങ്ങനെയാണ്? പഞ്ചമനാദം, പഞ്ചമം വസന്ത കോകിലസ്വനം. പഞ്ചമം എന്ന് പറഞ്ഞാൽ സരിഗമ പാ. അപ്പം കുയിൽ പാടുന്ന അതാണ് പഞ്ചമനാദം എന്നാണ് പറയുന്നത്. കുയിലിൻ്റെ പാട്ട്, കുയിൽ പഞ്ചമം അല്ലേ, പഞ്ചമം പാടുന്ന കുയിലോ എന്നൊക്കെ പറഞ്ഞു കുറേ പാട്ടില്ലേ. അപ്പോൾ പാട്ട്, കുയിൽ പാടുന്ന പിച്ച് പാ പഞ്ചമാണെന്നാണ് പറയുന്നത്. പഞ്ചമനാദം എന്ന് പറഞ്ഞാൽ കുയിലിൻ്റെ പാട്ട്. കുയിലാണോ പാടുന്നത്? എവിടെ? കുയിലിനെ ഒന്നും കാണുന്നില്ലല്ലോ. നല്ലൊരു പാട്ട് കേൾക്കുന്നുണ്ട്, കുയിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ആരാണ് ഈ വാനം പാടി? ആരാണ് ഈ കുയില്? അയ്യോ നഹി നഹി പികനാഥ. ഇത് ഏവാ ന പുനഃക്കിം എന്താ പറയുന്നത്? ഇത് കുയിൽനാദമല്ല. പികം എന്ന് പറഞ്ഞാലും കുയിൽ തന്നെയാണ്. ഇത് കുയിൽനാദമല്ലല്ലോ, ഇത് മനുഷ്യനാണല്ലോ പാടുന്നത്. എന്നാൽ പിന്നെ ഇത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ ഇത് മനുഷ്യനാണ് പാടുന്നത്, ഇത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ആരെണീറ്റ് പോയി? നമ്മുടെ ശിഷ്യൻ, നമ്മുടെ ശാണ്ഡില്യൻ എണീറ്റ് പോയി. അപ്പോൾ കുയിലല്ല, അല്ലല്ല കുയിലല്ല, എനിക്ക് തെറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ഇത് മനുഷ്യനാണ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്ന ആ പെണ്ണിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാണ്ഡില്യം എല്ലാം എണീറ്റു. ശാണ്ഡില്യൻ ആരാ മോനല്ലേ? പുനഃക്കിം, ഇത് വേറെന്താണിത്? വീണ്ടും ഇത് ആരാണ് എന്ന് ആലോചിച്ചിട്ട് മധുരസ്വരേണ കാച്ചിത് ഗായതി സാ കാ ഇത് അന്വേഷ്യ അഗച്ഛാമി. ഇത്രയും മധുരമായ സ്വരത്തിൽ ആരാണ് പാടുന്നത്? സാ കാ അന്വേഷ്യ, ഇവളെ ആരാണെന്ന് അന്വേഷിച്ചിട്ട് ആഗച്ഛാമി, ഗച്ഛതി, അന്വേഷിച്ചിട്ട് അവൻ പോവാണ്, എണീറ്റ് പോവാണ്.
എന്നിട്ട് പോയിട്ട് പരിതോ നിരീക്ഷ്യ ചുറ്റും നോക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരെ ആ പൂന്തോട്ടത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആരുണ്ട്? വസന്തസേന തോഴിയുടെ കൂടെ ഇരുന്നിട്ട് സരി ഗമ്മപ്പ ഗമ്മപ്പ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണിനെ ആര് കണ്ടു? നമ്മുടെ ശാണ്ഡില്യം കണ്ടു. ശാണ്ഡില്യം കണ്ടപ്പോൾ തന്നെ ശാണ്ഡില്യം എന്താ പറയുന്നത്? അടിപൊളി അല്ലേ? ഉദ്യാനദേവത ഇവ സർവാഭരണ വിഭൂഷിത ഇയം കാ. ഉദ്യാനദേവതയെ പോലെ, ഗാർഡൻ ഉദ്യാനദേവത പറഞ്ഞ എന്താണ്? പൂന്തോട്ടത്തിൻ്റെ ദേവത, പൂന്തോട്ടത്തിൻ്റെ ദേവി. ഉദ്യാനദേവതയെ പോലെ സർവാഭരണ വിഭൂഷിത ഇയം കാ. ഫുൾ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള ഇവൾ ആരാണ്? കണ്ടോ, ഫുൾ ഓർണമെന്റ്സ്. എവിടെ ഫോട്ടോ എവിടെ? കളർ ഫോട്ടോ കണ്ടോ? എന്ത് രസ, മാല വള ഒക്കെ, സാരിയൊക്കെ നോക്ക്. സാരി അല്ലേ ഇത്? എന്തായാലും സൂപ്പറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് കുറേ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് മറ്റേ കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആരെ? അജുക വരുന്നു വസന്തസേന വരുന്നു. അപ്പോൾ വസന്തസേനയുടെ സർവാഭരണ വിഭൂഷിതമായ ബോഡി കണ്ടപ്പോൾ നമ്മുടെ ശാണ്ഡില്യം പറഞ്ഞു, ഇവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇവളെ ഏതാണ്? മധുരമായ സ്വരത്തിൽ ആരോ പാടുന്നു, ആൾ ആരാണെന്ന് കണ്ടുവരാം, നടന്നു വരുന്നു, ചുറ്റും നോക്കുന്നു, അതാരാണെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചുറ്റും വന്നിട്ട് ഉദ്യാന ദേവതയാണെന്ന് തോന്നുന്നു, മുഴുവൻ ആഭരണങ്ങളാൽ അലങ്കരിച്ച ഈ സ്ത്രീ ആരാവാം? അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവളെ വായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ശാണ്ഡില്യൻ. ദാറ്റ് മൊമെന്റ്, ആ സമയത്തതാ അടുത്ത ക്യാരക്ടർ കാലൻ കെട്ടിയെടുക്കുന്നു. മര്യാദക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്ന വസന്തസേനയെ കൊണ്ടുപോകാൻ വേണ്ടി ആര് വരുന്നു? യമകിങ്കരൻ വരുന്നു. യമകിങ്കരൻ കൊണ്ടുപോകേണ്ട ആളുടെ പേര് വസന്തസേന, പാട്ട് പാടുന്ന ആളുടെ പേരും വസന്തസേന. പക്ഷെ രണ്ടും രണ്ട് സ്ത്രീകളാണ്. യമകിങ്കരൻ നോക്കിയപ്പോൾ വസന്തസേനയാണ് ഇന്നത്തെ മരിക്കേണ്ട ആള്. താഴെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതും വസന്തസേന തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് അതെന്ന് യമകിങ്കരൻ ഉറപ്പിച്ചിട്ട് എന്നുവെച്ചാൽ വിചാരിച്ചിട്ട് പോയിട്ട് അവളെ കൊണ്ടുപോരും അല്ലേ. അപ്പം യമകിങ്കരന് പറ്റിയ ഒരു മിസ്റ്റേക്ക് അല്ലേ. നമുക്ക് പണിയെടുക്കുമ്പോൾ മര്യാദക്ക് പണിയെടുത്തൂടെ അല്ലേ. യമകിങ്കരൻ ഇന്നലെ അടിച്ച് ഓഫായിരുന്നു സംശയമുണ്ട്. എന്തായാലും യമകിങ്കരന് ഇന്ന് ബോധവും ബുദ്ധിയൊന്നും ഇല്ല. അങ്ങനെ ആകാശത്ത് നിന്ന് യമകിങ്കരൻ എത്തുന്നു. അത്രയുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? യമകിങ്കരൻ്റെ ഡയലോഗാണ്. യമകിങ്കരൻ ആത്മഗതം പറയാണ് അല്ലേ. എയറിലെ കൂടെ വരുന്ന യമൻ, അവിടെ ആരും ഇല്ലല്ലോ, എയറിലാണല്ലോ. പിന്നെ ഒരു പോത്തുണ്ടാവും, പോത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോട്ടോയിൽ പോത്തുണ്ടാവില്ല. ഇന്ന് പോത്തിനെയും കൂട്ടിയില്ല, പോത്ത് വർക്ക്ഷോപ്പിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ യമകിങ്കരനോട് തന്നെ പറയാണ്, എന്നോട് തന്നെ പറയാണ്. എന്താണ് പറയുന്നത്? യസ്യ ആയുഷഃ അന്തം ആഗച്ഛതി തസ്യ ജീവാപഹരണമേവ മമ ധർമ്മഃ. യസ്യ ആയുഷഃ, ആരുടെ, യസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ ആയുഷഃ അന്തം ആഗച്ഛതി, ആരുടെ ആയുസാണോ, യമകിങ്കരൻ ആത്മഗതം പറയണേ, ആരുടെ ആയുസാണോ അവസാനിക്കുന്നത്, അന്തം എന്ന് പറഞ്ഞാൽ എൻഡ് അല്ലെ, ആരുടെ ആയുസാണോ അവസാനിക്കുന്നത്, അങ്ങനെ ആയുസ് അവസാനിക്കുന്ന സമയത്ത് തസ്യ അവൻ്റെ ജീവാപഹരണമേവ ജീവനെ അപഹരിക്കുക, ജീവനെ എടുത്തുകൊണ്ട് പോകുക, മമ ധർമ്മ അത് തന്നെയാണ് എൻ്റെ ധർമ്മം. അപ്പം മരിക്കാൻ കിടക്കുമ്പോൾ അവരുടെ ടൈം ആവുമ്പോൾ ആ പ്രാണനെ, ആ ജീവനെ, ആ ആത്മാവിനെ അപഹരിച്ച് കൊണ്ടുപോവുക, എടുത്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ പണി. ധർമ്മം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി. വനപർവ്വതാൻ അനേകാനി രാജ്യാനി ച ഉത്തീര്യാഹം മനോവേഗേന അത്ര ആഗതഃ. വനങ്ങളും പർവ്വതങ്ങളും നിരവധി രാജ്യങ്ങളും കടന്ന് ഞാൻ ഇവിടെ വളരെ വേഗം തന്നെ വന്നവനാണ്. വനപർവ്വതാൻ അനേകാനി രാജ്യാനി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, പർവ്വതങ്ങൾ, മൗണ്ടൈൻസ്, അനേകാനി രാജ്യാനി പല രാജ്യങ്ങൾ, ച ഉത്തീര്യ ഒക്കെ കടന്നിട്ട് മറികടന്ന് ക്രോസ് ചെയ്ത് അത് കടന്നിട്ട് അഹം മനോവേഗേന അത്ര ആഗതഃ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? വേഗേന വളരെ അത്ര ആഗതഃ വളരെ ഇവിടെ വന്നത് എന്തിനാണ്? വളരെ സ്പീഡായിട്ട് ഇവിടെ വന്നത് എന്തിനാണ്? എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ്. എന്താണ് എൻ്റെ ഡ്യൂട്ടി? മരണമെത്തുന്ന നേരത്ത് ഞാൻ ഇവിടെ എത്തും നിന്റെ ജീവനെ എടുക്കാൻ. ഓക്കെ, കാലൻ വരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ബുക്കിൽ നോക്കിയപ്പോൾ ആരുടെ പേരാണ് മക്കളെ? പറ, ആരുടെ പേരാ ബുക്കിലുള്ളത് ഇപ്രാവശ്യം? കാലൻ്റെ ലിസ്റ്റിൽ ആരാ ഉള്ളത്? പറഞ്ഞേ നിങ്ങളെന്താ മിണ്ടാത്തേ? പറയും. ആരുടെ? വസന്തസേന. അപ്പോൾ വസന്തസേനയാണ് ബുക്കിലുള്ളത്. അപ്പോൾ കാലൻ പരിതോ നിരീക്ഷ ചുറ്റും നോക്കിയിട്ട് സാ വസന്തസേന കുത്ര, ആ വസന്തസേന എവിടെ? കാലൻ നോക്കുകയാണ്, ചുറ്റും നോക്കിയിട്ട് കാലൻ പറയാണ് സാ വസന്തസേന കുത്ര, ആ വസന്തസേന എവിടെ? അവളെവിടെ? എവിടെ അവൾ? ഇതാനീം തസ്യാഹ ആയുഷഃ ആന്ത്യം ആഗച്ഛതി, ഇതാ അവളുടെ ആയുസ് അവസാനിക്കുന്ന സമയമായി. അവളുടെ ആയുസിന്റെ അന്തം അല്ലെ, എൻഡായി. അവളുടെ ആയുസ് ഇതാ
അന്തം ആന്ത്യമാവാൻ പോവുകയാണ്, എൻഡ് ചെയ്യാൻ പോവുകയാണ്, അവസാനിക്കാൻ പോവുകയാണ്. അവളുടെ ആയുസിൻ്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ എന്താണ് വസന്തസേനയുടെ ജീവിതം ഇതായി ഈ മൊമെൻറ്റിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വസന്തസേന കറക്റ്റ് ഈ ഒരു മൊമെൻറ്റിൽ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്, അല്ല ലേശം കൂടി സമയം ബാക്കിയുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ വസന്തസേന ടീം. അപ്പോൾ വസന്തസേനയുടെ സമയമായി. ഇവളെവിടെ പോയി കിടക്കണമല്ലേ, ഇവളെ എനിക്ക് കൊണ്ടുപോകണം, ഇവളെ കാണുന്നില്ലല്ലോ, ഇവളെ ഒളിച്ചിരിക്കുക. ഒരു നല്ല കാര്യം നടക്കാൻ പോലെ അല്ലേ, മരിക്കാൻ പോകുന്ന സമയത്തെങ്കിലും മര്യാദക്ക് ഒരു സ്ഥലത്തിരുന്നൂടെ, ഇവിടെ കാണുന്നില്ലല്ലോ. അന്വേഷ്യാമി, തപ്പി നോക്കാം. പരിതഃ സസൂക്ഷ്മം നിരീക്ഷ്യ അജുഗാം ദൃഷ്ട്വ ആത്മഗതം. ആഹാ, പരിതഃ സസൂക്ഷ്മം നിരീക്ഷ്യ, ചുറ്റും വളരെ സൂക്ഷ്മത്തോടെ നോക്കിയിട്ട്, വളരെ ശ്രദ്ധിച്ച് ചുറ്റും നോക്കിയിട്ട്, കണ്ടോ, പരിതഃ സസൂക്ഷ്മം നിരീക്ഷ്യ അജുഗാം ദൃഷ്ട്വ ആത്മഗതം. ചുറ്റും നോക്കിയപ്പോൾ ആരെ കണ്ടു? അജുഗയെ കണ്ടു. അജുഗ ആരാണ്? വസന്തസേനയാണ്, വേശ്യയാണ്. അജുഗയെ കണ്ട നമ്മുടെ കാലനും എന്ത് പറഞ്ഞു? അജുഗയെ കണ്ടപ്പോൾ കാലൻ എന്ത് പറഞ്ഞു? ആഹാ, കാലനും പറഞ്ഞു, ആഹാ ഇവിടെ നിൽക്കണോ, ഇയമേവ സാ വസന്തസേന, അമ്പടി കള്ളി, അമ്പടി ജിഞ്ചിന്നക്കടി, നീ ഇവിടെ നിൽക്കണോടി, നിന്റെ സമയമായില്ലേ, നമുക്ക് പോണ്ടേ, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണോ വസന്തസേനെ എന്ന രീതിയിൽ കാലൻ ആത്മകഥം പറഞ്ഞു. ഈശത്ത് നിമേഷം അവശിഷ്യത്തെ, കുറച്ച് സമയം ബാക്കിയുണ്ട് അല്ലേ, കുറച്ച് സമയം ബാക്കിയുണ്ട്. എത്രയാ? ഇനി ഒരു നിമിഷം മാത്രമേ അവളുടെ ആയുസ് ബാക്കിയുള്ളൂ. ഇത്ര സമയം ബാക്കിയുണ്ട്, ഒരു നിമിഷം ബാക്കിയുണ്ട്. താവത് പര്യന്തം വിശ്രമ്യ അസ്യാഹ പ്രാണൻ അപഹരാമി. കുറച്ച് സമയം ബാക്കിയുള്ളതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം അല്ലേ, എന്തായാലും അവൾ ചത്താലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചാവാനുള്ള സമയം ആയിട്ടില്ല, ഒരു മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് സമയം ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് അത്രയും നിമിഷം നമുക്ക് എന്ത് ചെയ്യാം, അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റെസ്റ്റ് എടുക്കാം. കാലൻ ഭയങ്കര ടയേർഡാണ്. കാലൻ അവിടുന്ന് വന്നതല്ല, ഇന്ന് പോത്തിനെയും കൂട്ടിയില്ല, പോത്ത് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്തുകൊണ്ട് കാലൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ കാലൻ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വരാം, എന്തായാലും കുറച്ച് സമയം ബാക്കിയുണ്ടല്ലോ അവൾ ചാവാൻ എന്ന് വിചാരിച്ചിട്ട് കാലൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. താവത് പര്യന്തം വിശ്രാമ്യ, ഒന്ന് വിശ്രമിച്ചിട്ട്, അതുവരേക്കും ഒന്ന് വിശ്രമിച്ചിട്ട് അസ്യാഹ പ്രാണൻ അപഹരാമി, ഇവളുടെ പ്രാണൻ അപഹരിക്കാം എന്ന് കാലൻ വിചാരിച്ചു. ക്ലിയർ? ബാക്കി നോക്കുക. അപ്പോൾ മരിക്കണമെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവിക്കണ്ടേ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാട്ടൊക്കെ പാടിയിരിക്കുന്ന അജുക സസംഭ്രമം, പെട്ടെന്ന് വളരെ ഞെട്ടിയിട്ട് സസംഭ്രമം, സഖി മമ പാദേ കശ്ചിത് ദശതി വാ, ഹാ സർപ്പഃ സർപ്പഃ ഉച്ചൈഃ വദതി. മധുകരിക സമീപമാഗത്യ ദൃഷ്ട്വ, ഹാ സർപ്പഃ സർപ്പഃ അയേ പശ്യതു അജുഗാ സർപ്പദംശനേന പരിക്ലിന്നാഭവത്. അയ്യോ നാട്ടുകാരെ ഓടിവരണേ, നാട്ടുകാരെ ഓടിവരണേ, എന്താണ് വീടിന് തീ പിടിച്ചേ? അല്ല, അജുഗെ പാമ്പ് പിടിച്ചേ, അജുഗെ പാമ്പ് പിടിച്ചേ. മീനിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം വായിക്കാം. ശാണ്ഡില്യ തത് ശ്രുത്വ അവിഹ ഏഷാ അജുഗാ സർപ്പേണ ദഷ്ട പരിവ്രാജക ക്ഷീണേനാസ്യാഹ കർമ്മണ ഭവിതവ്യം. ആദ്യമായിട്ട് അവിടെ പരിവ്രാജകന്റെ ഡയലോഗ് വരാണ് കേട്ടോ. സ്വകർമ്മ ഭോക്തും ജായന്തേ പ്രായേണൈവ ഹി ജന്തവഃ ക്ഷീണേ കർമ്മണി ചാന്യത്ര പുനർഗച്ഛന്തി ദേഹിനഃ. അജുക സീതതി മേ ശരീരം ഉദ്ഭവന്തി ഇവ മേ പ്രാണാഃ ശയിതും ഇച്ഛാമി മൂർച്ഛിത. അയ്യോ അമ്മേ 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 എന്ന് പറഞ്ഞിട്ട് അജുക അവിടെ വീണു. എന്താ സംഭവിച്ചത്? പാട്ടൊക്കെ പാടിയിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അജുക പാട്ട് നിർത്തിയിട്ട് സസംഭ്രമം, ഭ്രമത്തോടെ ടെൻഷൻ അടിച്ചിട്ട് പറയാണ്, സഖി അയ്യോ മമ പാദേ കശ്ചിത് ദശതി വാ, എടി തോഴി ദാസി മധു സഖി മധു മമ പാദേ, എൻ്റെ കാലിൽ കശ്ചിത് ദശതി വാ, എന്തോ കടിച്ചു. അതല്ലോ അജുക സസംഭ്രമം സഖി മമ പാദേ കശ്ചിത് ദശതി വാ, ഹാ സർപ്പഃ സർപ്പഃ. അജുക എന്താ ഭയത്തോടെ എന്താ പറഞ്ഞത്? സഖിയോട് തോഴിയോട് എന്താ പറഞ്ഞത്? എടി എൻ്റെ കാലിൽ എന്തോ കടിച്ചു, അയ്യോ പാമ്പ് 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 പാമ്പോ പാമ്പ് 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 പാമ്പേന്ന് ഒച്ചത്തിൽ ആര് വിളിച്ച് അലറിക്കരഞ്ഞു? പാവം അജുക അലറിക്കരഞ്ഞു, പാമ്പ് പാമ്പേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പൊ മധുകരിക വേഗം ഓടി വന്നു. സമീപമാഗത്യ ദൃഷ്ടുവ, മധുകരിക വേഗം ഓടി വന്ന് അടുത്ത് വന്ന് സമീപത്ത് വന്ന് നോക്കിട്ടോ, ഹാ സർപ്പഃ സർപ്പഃ, അയ്യോ പാമ്പ് പാമ്പ് പാമ്പേ, അയ്യേ പശ്യതു അജുക സർപ്പദംശനേന പരിക്ലിന്നാഭവത്. അയ്യോ നോക്ക് ഓടി വരണേ, ഇതാ നമ്മൾ അജുകനെ പാമ്പ് കടിച്ചേ, അവള് ഇതാ ബോധം കെട്ട് വീഴാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. മധുകരിക അടുത്തെത്തി നോക്കിയിട്ട്, അയ്യോ പാമ്പ് തന്നെയാണ്, നോക്കൂ അജുകയെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി.
എന്താ കടിച്ചതെന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പാമ്പ് തന്നെ കടിച്ചത്. അയ്യോ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് സർപ്പം കൊത്തി, പാമ്പ് കൊത്തി എന്ന് പറഞ്ഞിട്ട് പാവം അജുക അവിടെ വിഷമിച്ച് ഇപ്പോൾ ഏത് നിമിഷം തട്ടിപ്പോവും അല്ലേ. കാലൻ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ചാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ ചാവാൻ പോകുന്ന കുറച്ച് മിനിറ്റ് ഉണ്ട്. പാമ്പ് കടിച്ചാൽ അപ്പം തന്നെ ചാവോ? ഇല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ചാവുള്ളൂ അല്ലേ. കിങ് കോബ്ര രാജവമ്പാലൊക്കെ കടിച്ചാൽ 5-10 മിനിറ്റ് എന്താ കഴിയുമ്പോൾ തനിയെ അങ്ങ് തട്ടിപ്പോവും, മരുന്നൊന്നും ഇല്ലല്ലോ. അപ്പം ഇത് എനിക്കൊന്ന് മൂർഖനാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് മരിക്കും, എന്തായാലും മരിക്കും. അപ്പോൾ ഡോക്ടറെ കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, പാമ്പ് എന്തായാലും കൊത്തി. അപ്പോൾ പാമ്പ് കടിച്ചു എന്ന് കരയാം. അങ്ങനെ കരഞ്ഞ് 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 ആകെ സീനായി. അത് ആര് കേട്ടു? ഇത്രയും നേരം അപ്പുറത്ത് വായി നോക്കിക്കൊണ്ടുണ്ടായിരുന്നു നമ്മുടെ ശാണ്ഡില്യൻ. ഹായ്, എന്ത് രസമായിട്ടാണ് എൻ്റെ കുട്ടി പാടുന്നത്. ഈ കുട്ടിയുടെ പേരെന്താണാവോ അല്ലേ, അജുകയുടെ പേരെന്താണാവോ. ഞാൻ എന്തായാലും അഞ്ജു എന്ന് വിളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ശാണ്ഡില്യൻ ഇങ്ങനെ പാട്ട് കേട്ട് താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സരിഗമപ്പ സരിഗമപ്പ എന്ന് പറഞ്ഞിട്ട് താളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാമ്പ് കടി ആർക്ക് കൊണ്ടത്? നമ്മുടെ അജുകയുടെ, വസന്തസേനയുടെ കാലിൽ സർപ്പദംശനം ഏറ്റത്. അവളുടെ ആ കരച്ചിൽ കേട്ടിട്ട് അവിഹാ അയ്യോ യേശ അജുക സർപ്പേണ ദഷ്ട, അയ്യോ ഈ അജുകേനെ പാമ്പ് കടിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ശാണ്ഡില്യം പറഞ്ഞു. അയ്യോ കഷ്ടമായിട്ടോ, നമ്മുടെ അജുകേനെ പാമ്പ് കടിച്ചു. എന്തൊരു നല്ല പാട്ടുകാരിയാണ് അല്ലേ. ഏതെങ്കിലും സംവിധായകന്മാരെ കേട്ടിരുന്നെങ്കിൽ അപ്പം തന്നെ സിനിമയിൽ കൊണ്ട് പാടിക്കുമായിരുന്നു അല്ലേ. എന്തൊരു സൂപ്പർ പാട്ടുകാരിയാണ്, അവൾ പാമ്പ് കടിച്ചു പോയി, കഷ്ടം കഷ്ടം. അത് കേട്ടപ്പോൾ ശിഷ്യൻ്റെ അടുത്ത് ആരുണ്ട്? പരിവ്രാജകനുണ്ട്, സന്യാസിയുണ്ട്, ഗുരു ഉണ്ട്. അവിടെ പാമ്പ് കടിച്ച വസന്തസേന അജുകയും തോഴി ചേട്ടിയുമുണ്ട്, മധുകരികയുണ്ട്. ഇപ്പുറത്ത് അതേ സ്റ്റേജിൽ ഇപ്പുറത്ത് ആരുണ്ട്? നാടകമാണേ, ഓർമ്മ വേണേ. സ്റ്റേജിൽ ആരുണ്ട്? നമ്മുടെ ശിഷ്യനും ഗുരുവുണ്ട്, പരിവ്രാജകനും ശാണ്ഡില്യനുണ്ട്. അപ്പോൾ ശാണ്ഡില്യം പറഞ്ഞു, അയ്യോ ആ പെണ്ണിനെ പാമ്പ് കൊത്തിന്ന് തോന്നുന്നു, ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. പരിവ്രാജകൻ പറയാണ്, ക്ഷീണേനാസ്യാഹ കർമ്മണാ ഭവിതവ്യം, അവളുടെ കർമ്മണാ ഭവിതവ്യം ക്ഷീണേനാസ്യാഹ, അവളുടെ കർമ്മം തീർന്നുപോയി, ക്ഷീണം വന്നു, അവളുടെ കർമ്മത്തിൽ ക്ഷീണം വന്നു എന്ന് പറഞ്ഞാൽ അവളുടെ കർമ്മം കഴിഞ്ഞു. ഭവിതവ്യം, അവളുടെ ജീവിത കർമ്മങ്ങൾ കഴിഞ്ഞു, അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോവും അല്ലേ. 4 മണിക്ക് സ്കൂൾ വിടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പഠിപ്പ് അന്നത്തെ പഠിപ്പ് കഴിഞ്ഞു. നിങ്ങൾ 8ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇരുത്തുമോ? ഇല്ല, നിങ്ങൾ 9ാം ക്ലാസ്സിലിരുത്തുക. 10ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും 10ാം ക്ലാസ്സിലാണ്, അല്ല നിങ്ങൾ +1. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ പാസ്സായാൽ നിങ്ങൾ +1 പോകുന്നത് പോലെ, സ്കൂൾ കഴിഞ്ഞ് നിങ്ങൾ കോളേജിലേക്ക് പോകുന്നത് പോലെ, ഈ ഭൂമിയിലെ നമ്മുടെ ആ ഒരു വസന്തസേന എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ ബോഡിയുടെ ആ ഒരു ആത്മാവിൻ്റെയൊക്കെ ആ ഒരു ജീവിതത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ആ ബോഡി അവിടെ ഇട്ടിട്ട് ആത്മാവ് മുകളിലോട്ട് പോകും. പിന്നെ ആ ബോഡിനെ കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, ഡ്യൂട്ടി കഴിഞ്ഞല്ലേ. പെന്നിലെ മഷി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് കൊണ്ട് കാര്യമുണ്ടോ? അടുത്ത പെണ്ണ് അല്ലെങ്കിൽ റീഫില്ല് ചെയ്യുക. അപ്പോൾ മഷി കഴിഞ്ഞാൽ പെന്നിലേക്ക് റീഫില്ല് ചെയ്യുന്നത് പോലെ ഇവിടെ ആ ബോഡി മാത്രം ബാക്കിയായി. അതിലെ മഷി കഴിഞ്ഞു, അപ്പോൾ റീഫില്ല് പോയി. റീഫില്ല് ആത്മാവാണ്, ആ ആത്മാവ് പോയി, അത് വേറെ ബോഡിയിലേക്ക് പോകുമായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അവളുടെ കർമ്മം കഴിഞ്ഞു. വേദാന്തം ആര് പറഞ്ഞു? ഗുരു പറഞ്ഞു അല്ലേ. നമുക്ക് അങ്ങനത്തെ ഒരു ആത്മാവിലും പരമാത്മാവിലും ഒക്കെയുള്ള ഒരു വേദാന്തം ഫിലോസഫി നമ്മുടെ ഭാരതത്തിലുണ്ട്. അപ്പോൾ പരിവ്രാജകൻ അവളുടെ കർമ്മം തീർന്നിരിക്കാമെന്ന് പറഞ്ഞു. സ്വകർമ്മം ഭോക്തും ജായന്തേ പ്രായേണൈവ ഹി ജന്തവഃ. എന്തിനാണ് ജീവികൾ ഭൂമിയിൽ ജന്മമെടുക്കുന്നത്? അവരുടെ കർമ്മഫലം അനുഭവിക്കാനാണ്. അപ്പോൾ നമ്മൾ ജനിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അല്ലേ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, കർമ്മ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നല്ലത് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാഡ് ആയിട്ടുള്ള ലൈഫാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ വളരെ ക്രൂവലായിരുന്നു മുമ്പ്, കഴിഞ്ഞ ജന്മത്തിലാവാം. അപ്പോൾ അടുത്ത ജന്മത്തിൽ നല്ല ബർത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജന്മത്തിൽ ഫുൾ നല്ലത് ചെയ്യണം. അപ്പോൾ അതൊരു നല്ല പ്രിൻസിപ്പിൾ അല്ലേ. അപ്പം നമ്മുടെ തെറ്റ്, നമ്മൾ ചെയ്ത റോങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സോളിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വൈറസ് അറ്റാക്ക് വന്നാൽ, ഒരു എന്താ പറയുക വേർഷനിൽ വൈറസ് അറ്റാക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വേർഷൻ മാറ്റുകയോ ആ വൈറസുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ പുതിയൊരു അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട്, അപ്ഡേഷൻ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പുതിയതിലേക്ക് പോവുകയാണ്. പഴയതിലത്തെ ഡ്രോബാക്സ്, ഡീമെറിറ്റ്സ്, ലാക്ക്, പഴയതിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അതൊക്കെ മാറ്റുന്നു അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ജന്മം ചെയ്ത തെറ്റുകളൊക്കെ മാറ്റിയിട്ട് നല്ലതിലേക്ക് പോകാനുള്ള ഒരു അപ്ഡേഷൻ, സോളിൻ്റെ ആത്മാവിൻ്റെ അപ്ഡേഷനാണ് ജനനവും മരണവും. അപ്പോൾ ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും എന്നാണ് പറയാം. അപ്പോൾ ജീവികൾ തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാനാണ് ജനിക്കുന്നത്. ആ കർമ്മം തീർന്നാൽ പിന്നെ ജീവിക്കണോ? വേണ്ട. ഈ ഭൂമിയിൽ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തിലേക്ക് അവർ വീണ്ടും പോകുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഫിലോസഫി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട്
അതാണ് ആ ഒരു ശ്ലോകം കേട്ടോ. അവിടെ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുള്ള എന്താണ് ആ ഒരു ഫിലോസഫിയാണ്. സ്വന്തം കർമ്മം, സ്വകർമ്മ ഭോക്തും അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ഭുജിക്കാൻ വേണ്ടിയിട്ട്. ഭോക്തും എന്ന് പറഞ്ഞാൽ ഭോഗിക്കാൻ, അനുഭവിക്കാൻ. ജായന്തേ പ്രായണൈവ ഹി ജന്തവ ക്ഷീണേ കർമ്മണി ജാന്യത്ര പുനർഗച്ഛന്തി. കർമ്മത്തിൻ്റെ വാലിഡിറ്റി കഴിയുമ്പോൾ അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരു ദേഹത്തിൽ ജനിക്കും. ആത്മാവ് അങ്ങനെ ആത്മാവിന് ജനനവും മരണവും ഒന്നുമില്ല, അതിനെ കൊല്ലാനൊന്നും പറ്റൂല എന്നല്ല പറയാം. അപ്പോൾ സോൾ എപ്പോഴും, സ്പിരിറ്റ് എപ്പോഴും അങ്ങനെ ഉണ്ടാവും. ബോഡിയാണ് നമ്മൾ ഇല്ലാണ്ടാവുക, മരിച്ചു കഴിയുമ്പോൾ കത്തിപ്പോകുന്നത് എന്താണ്? ബോഡിയാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു ഫിലോസഫി അവിടെ പറഞ്ഞിട്ട് അജുക എന്താ ചെയ്തത് ആ സമയത്ത്? നമ്മുടെ ഷാൻഡിലിൻ്റെയും ആ സീൻ കഴിഞ്ഞ് അപ്പുറത്ത് എന്താ നടക്കുന്നത്? പാമ്പ് കടിച്ചിട്ടില്ലേ? അവിടെ എന്താ നടക്കുന്നത്? ഗാർഡൻ്റെ മറ്റേ സൈഡിൽ, മറ്റേ പാർശ്വത്തിൽ എന്താ നടക്കുന്നത്? അജുക എന്തോ പറയാണ്. എന്താ പറയുന്നത്? സീതതി മേ ശരീരം ഉദ്ഭവന്തീവ മേ പ്രാണാഹ ശയിതും ഇച്ഛാമി. അയ്യോ എനിക്കൊന്നും വയ്യേ, ഞാനിപ്പോൾ ചാവേ, എൻ്റെ ശരീരം ദുർബലപ്പെടുന്നു. സീതതി മേ ശരീരം, എൻ്റെ ശരീരം ഒക്കെ ദുർബലമാകുന്നു, ഞാൻ ടയർഡാവുന്നു, എനിക്ക് തല കറങ്ങുന്നു. ഉദ്ഭവന്തി ഇവ മേ പ്രാണാഹ, അതാ എൻ്റെ പ്രാണൻ മുകളിലോട്ട് പോകുന്ന പോലെ തോന്നാണ്. അയ്യോ എന്നെ പാമ്പ് കടിച്ചാൽ ഞാനിപ്പോൾ ചാവേ, എനിക്കൊന്നും വയ്യേ, എൻ്റെ പ്രാണൻ ഇതാ മുകളിലോട്ട് പോകുന്ന പോലെ തോന്നാണ്, ഞാനിതാ തല കറങ്ങി വീഴുകയാണേ, എനിക്ക് എവിടെയെങ്കിലും കിടക്കണേ എന്ന് പറഞ്ഞിട്ട് ശൈതും ഇച്ഛാമി, എനിക്കിപ്പോൾ കിടക്കണം എന്ന് പറഞ്ഞിട്ട് മൂർച്ചയടയുന്നു, തലകറങ്ങി അവിടെ വീഴുന്നു, ബോധം പോകുന്നു. നമ്മുടെ അജുകയുടെ ബോധം പോയി. റെഡി? അപ്പം 53-ാമത്തെ പേജ് കഴിഞ്ഞു കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. 54-ാമത്തെ പേജിലാണ് മനോഹരമായ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ഫോട്ടോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, നോക്കുക കേട്ടോ. എന്താണ് പറയുന്നത്? ഹതാഖലു അജുക, തോഴിയാണ് പറയുന്നത് കേട്ടോ, മധുകരിക പറയാണ്. ഹതാഖലു അജുക. അപ്പോൾ അതാ വരുന്നു നമ്മുടെ യമകിങ്കരൻ. കാലൻ വന്നിട്ട് എന്താ പറയുന്നത്? ആത്മകഥം. ഈ കാലന് ആത്മകഥം പറയാനല്ലേ പറ്റുള്ളൂ, അയാൾ ഒറ്റക്കല്ലേ ഉള്ളൂ. എൻ്റെ കൂടെ തോഴിയുണ്ട്, അവർ 2 പേരുണ്ട്. ശിഷ്യൻ്റെ കൂടെ ഗുരുവുണ്ട്, ശാണ്ഡില്യനുണ്ട്, പരിവ്രാജകനുണ്ട്. ഇയാൾ ഒറ്റക്കേ ഉള്ളൂ, പോത്ത് പോലും ഇല്ല. അപ്പോൾ ഇയാൾ സെൽഫ് ട്രോളാണ്. സെൽഫായിട്ട് അയാൾ എന്താ പറയുന്നത്? ഹന്ത അസ്യാഹ പ്രാണാഹ മയാ അപഹൃതാഹ. പാവം, അവളുടെ ലൈഫ് ഞാൻ എടുത്തു, അവളുടെ പ്രാണൻ ഞാൻ എടുത്തു, അവളെ ഞാൻ കൊന്നു. സിമ്പിൾ. അഹം ചിത്രഗുപ്ത സമീപം ഏതാം നയാമി യമലോകം പ്രതിഗച്ഛതി. യമപുരിയിൽ, നമ്മുടെ കാലൻ്റെ ലോകത്ത്, കാലൻ്റെ വീട്ടിൽ, സ്വർഗത്തിൽ നരകത്തിൽ കണക്കെഴുതുന്ന ഒരാളുകൂടി ഉണ്ട് അല്ലേ, ചിത്രഗുപ്തനുണ്ട്. ചിത്രഗുപ്തൻ്റെ കണക്ക് പുസ്തകത്തിലേക്ക് ഇവളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഇവളെയും കൂട്ടിയിട്ട് പോകണം. ഞാൻ വന്ന പണി എടുത്തിട്ടുണ്ട്, ഞാൻ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടും. അപ്പോൾ കാലൻ എന്ത് ചെയ്യാണ്? കണക്കെഴുതാൻ വേണ്ടി ചിത്രഗുപ്തൻ്റെ അടുത്തേക്ക്, ഇന്നത്തെ പേര് വസന്തസേന, ഇന്നത്തെ കണക്ക് ഇത്ര, ഞാനിതാ കൊന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചിത്രഗുപ്തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് പറയുന്നത്. മീനിങ് നമുക്ക് പറയാം. ശാണ്ഡില്യൻ എന്താ പറയുന്നത്? ശാണ്ഡില്യൻ ഭഗവൻ പരിത്യജതി യശ പ്രാണാൻ. അപ്പോൾ പരിവ്രാജകൻ എന്താ പറയുന്നത്? ഹരേ മൂർഖ പരമപ്രിയാഹ ഹി പ്രാണിനാം പ്രാണാഹ പ്രാണൈരേവ പരിത്യജ്യതേ ശരീരം നിധി വക്തവ്യം. ശാണ്ഡില്യ അപേഹി അകരുണ നിസ്നേഹ കർക്കശഹൃദയ ദുഷ്ടബുദ്ധേ ഭിന്നചാരിത്ര ക്രൂര ശഠ മൂഢ പരിവ്രാജക കിം അഭിപ്രേതം ഭവത. ശാണ്ഡില്യ നാമാഷ്ടശതം തേ പൂരയിഷ്യാമി പരിവ്രാജ തർഹി ഛന്ദത. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ എവിടെയാണ്? ഈ അജുകയുടെ ബോധം പോയെടുത്താണ്. അജുകയുടെ ബോധം പോയപ്പോൾ മധുകരിക തോഴി എന്ത് ചെയ്യാണ്? തോഴി കരയാണ്. അയ്യോ എൻ്റെ മധുകരിക അജുകയെന്ന് വിളിച്ച് കരയാണ്. എൻ്റെ അജുക പോയേ, എൻ്റെ അജു പോയേ, ഹതാഖലു അജുക, അയ്യോ എൻ്റെ അജു മരിച്ചേ, അജുക മരിച്ചു പോയി അല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യമകിങ്കരൻ കാലൻ വന്നിട്ട് ആത്മകഥം പറയാണ്. അസ്യാഹ പ്രാണഹ മയാ അപഹൃതാഹ, ഇവളുടെ പ്രാണൻ ഞാൻ കട്ടുകൊണ്ടുപോയി, ഇവളുടെ പ്രാണൻ ഞാൻ അപഹരിച്ചു. അസ്യാഹ പ്രാണഹ മയാ അപഹൃതാഹ, ഇവരുടെ പ്രാണൻ ഞാൻ അപഹരിച്ചിരിക്കുന്നു. റെഡി? അഹം ചിത്രഗുപ്ത സമീപം ഏതാം നയാമി യമലോകം പ്രതിഗച്ഛതി. ഇപ്പോൾ ഞാൻ അവളെ ചിത്രഗുപ്തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് യമലോകത്തേക്ക് മടങ്ങി. ചിത്രഗുപ്തൻ്റെ ബുക്കിൽ എഴുതണം. അപ്പോൾ ചിത്രഗുപ്തൻ്റെ ആ എന്താ പറയുക, യമലോകത്തിലേക്ക് യമൻ വന്നിട്ട്, കാലൻ വന്നിട്ട് നമ്മുടെ അജുകയുടെ വസന്തസേനയുടെ
ആത്മാവിനെയും കൊണ്ട് പോവുകയാണ്. അതേസമയം പരിവ്രാജകൻ പറയാണ്, പരിവ്രാജകനല്ലല്ലോ, ആരാണ്? ശാണ്ഡില്യം പറയാണ്, ഭഗവൻ പരിത്യജതി ഏഷ പ്രാണാൻ. എന്താണ് പറയുന്നത്? ശാണ്ഡില്യം എന്താ പറയുന്നത്? ഭഗവൻ പരിത്യജതി ഏഷ പ്രാണാൻ. അവള് പ്രാണൻ വിടുന്നത് കാണുന്നില്ലേ, അവളുടെ ജീവൻ പോകുന്നത് അങ്ങ് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിവ്രാജകൻ തിരിച്ചു പറയാണ്, ഇവിടെ നിന്നാണ് പരിവ്രാജകൻ പറയുന്നത് കേട്ടോ. ഹരേ മൂർഖ, എടാ മണ്ട, എന്താ പറയുന്നത്? എടാ മണ്ട, പരമപ്രിയാഹ ഹി പ്രാണിനാം പ്രാണാഹ. എന്താ പറയുന്നത്? ജീവികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, പരമമായിട്ട് പ്രിയപ്പെട്ടത് പ്രാണിക്ക് പ്രാണൻ തന്നെയാണ്. പ്രാണൈരവ പരിത്യജതേ ശരീരം ഇതി വക്തവ്യം. പ്രാണൻ ശരീരമാണ് ഉപേക്ഷിക്കുന്നത്. പ്രാണൈഹി ഏവ പരിത്യജ്യതേ ശരീരം ഇതി വക്തവ്യം. പ്രാണൻ തന്നെയാണ് ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. അവൾ പ്രാണൻ വിടുന്നു എന്നല്ല, പ്രാണൻ ശരീരം വിടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ശരിക്കും അതാണ് സത്യം അല്ലേ? ശരിക്കും സത്യം എന്താണ്? ജീവൻ പോകുന്നു എന്നുള്ളതല്ല, ശരീരം പോകുന്നു എന്നുള്ളതാണ്. ജീവൻ എവിടെയും പോകുന്നില്ല, അല്ലെങ്കിൽ ജീവൻ നശിക്കുന്നില്ല, ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ പ്രാണൻ വിടുന്നു എന്നല്ല, ശരീരം വിടുന്നു എന്ന് വേണം പറയാൻ. ഡ്രസ്സ് മാറുന്നത് പോലെ, ഒരു ഡ്രസ്സ് മുഷിയുമ്പോൾ കീറുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി പുതിയ ഡ്രസ്സ് ഇടുന്നത് പോലെയാണ് ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവായിട്ട് ഓരോരോ ജീവികളായിട്ട് ഓരോരോ ബർത്ത് എടുക്കുന്നത്. അത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ ഡെത്ത് എടുക്കുന്നത് എന്നൊക്കെയാണ്, കർമ്മം തീരുമ്പോൾ എടുക്കുന്നതൊക്കെയാണ് നമ്മുടെ ഫിലോസഫി അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശിഷ്യൻ എന്താ ചെയ്യുന്നത്? അബേഹി അകരുണ നിസ്നേഹ കർക്കശഹൃദയ ദുഷ്ടബുദ്ധേ പിന്നെ എത്ര കുറുവട ചട മൂടാ ഉള്ള ചീത്ത വിളിക്കുകയാണ്. എത്ര ചീത്ത വിളിക്കുന്നത്? 1 2 3 4 5 6 7 8 വാക്കുകൾ ചേർത്ത് ശാണ്ഡില്യൻ ഒരു പാട്ട് പോലെ ചീത്ത വിളിക്കുകയാണ്. കരുണ ഇല്ലാത്തവനെ, സ്നേഹം ഇല്ലാത്തവനെ, ദുഷ്ടനെ, ദുഷ്ടബുദ്ധിയെ, കർക്കശഹൃദയനെ, ഭിന്ന ചാരിത്രനെ, മോശം ക്യാരക്ടർ ഉള്ളവനെ, എടാ ക്രൂര, ശൂരല്ല ഷഠ, മൂഢ, എടാ മണ്ട, പൊട്ട എന്നൊക്കെ നമ്മുടെ ശിഷ്യൻ ഗുരു അവിടെ ഉണ്ട്, അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഗുരു പറയണ, നീ എന്നെ ചീത്ത വിളിച്ചാണോ? എന്താ നീ എന്താ പറയുന്നത് അല്ലേ? കിം അഭിപ്രേതം ഭവത, നീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് ഇത്ര ദേഷ്യം നിനക്ക്? ഈ കോപം എന്തിനാണ്? ശാണ്ഡില്യ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്? നാമാഷ്ടശതം തേ പൂരയിഷ്യാമി തർഹി ചന്ദത. എന്താ പറയുന്നത്? ഞാനൊരു 108 പേരുകൾ വിളിച്ച് ഞാൻ ശപിക്കും, ഞാൻ ദേഷ്യം നിങ്ങളോട് എനിക്ക് നിങ്ങളെ എന്താ പറയുന്നത്, ആ ഒരു തർക്കിക്കാനുള്ളൊരു മൈൻഡിൽ പറയാണ്. ഞാൻ ഇങ്ങനെയുള്ള വാക്കുകൾ അഷ്ടശതം നമ്മൾ അഷ്ടശതം നാമാഷ്ടശതം എന്നൊക്കെ പറയുന്നത് നമ്മൾ നല്ല നല്ല വാക്കുകളാണ് നമ്മൾ സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മളെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവൻ മൊത്തം റോങ് ആണ്. ഈ ശാണ്ഡില്യൻ മൊത്തം എന്താണ്? റോങ് ആണ്. അവൻ വലിയ അറിവുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മീനിങ്ങും ഇല്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ തെറി വാക്കുകളെ അവൻ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ സ്വന്തം ടീച്ചറിനെ, സ്വന്തം ഗുരുവിനെ ഈ ഒരു തെറി ചീത്ത വിളിക്കുക, അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ മോശം അർത്ഥമുള്ള അല്ലെങ്കിൽ റോങ് മീനിങ് ഉള്ള വാക്കുകളൊക്കെ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗുരു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ്. അപ്പം വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യാണ്. നോക്കുക, ശിഷ്യൻ എന്താ ഗുരുവോട് പറയുന്നത്? ഭോ ഭഗവൻ ദുഃഖിതോസ്മി. ഭോ ഭഗവൻ ഗുരുവോട് പറയാണ് ദുഃഖിതോസ്മി. അപ്പോൾ ഗുരു ചോദിക്കുകയാണ്, കിമർത്ഥം, എന്തിനാണ് നിനക്ക് വിഷമം? അപ്പോൾ ശാണ്ഡില്യ പറയാണ്, ഏഷ അസ്മാകം സ്വജന ഏവമുക്ത്വ ശാണ്ഡില്യ അജ്ജുകായാഹ സമീപം ഗച്ഛതി. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇവർ കുറച്ച് ദൂരെയാണ്. അജ്ജുക അപ്പുറത്ത് മരിച്ചു കിടക്കുന്നു, ശിഷ്യനും ഗുരുവും കുറച്ച് ഇപ്പുറത്തിരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിവ്രാജകൻ പറയാണ്, ഗുരു പറയാണ്, കഥം സ്വജനോ നാമ ഉത്തരം ദാതും ശാണ്ഡില്യ ന യത്തത്തെ. അപ്പോൾ ശാണ്ഡില്യൻ അത് ഉത്തരം കൊടുക്കുന്നില്ല. ഹാ അജ്ജുകേ, ഹാ പ്രിയ സമ്പന്നേ, ഹാ മധുരഗായിനി. ശാണ്ഡില്യസ്യ പ്രവൃത്തിം വീക്ഷ്യ ആര്യ കിമിതം ഭവതി സ്നേഹ. അപ്പോൾ മധുകരിക ആത്മകഥം പറയാണ്, യുജ്യത്തെ സർവാനുകമ്പി സാധുജനോ നാമ പ്രകാശം ആര്യ മുഹൂർത്തം അജ്ജുകാം പരിപാലയതു അഹം വൈദ്യമാനയാമി. ശാണ്ഡില്യൻ പാഠം ഭവതി ഇരാനീം ഗച്ഛതു. മധുകരിക പറയാണ് ആത്മകഥം, സാനുക്രോശ ഏഷ ബ്രാഹ്മണ അജ്ജുകാം ക്ഷണാദേവ പരിത്യക്തും സന്നദ്ധോ ന ഭവിഷ്യതി. അത്തഃ
ശീഘ്രമേവ ഗച്ഛാമി ഇതി നിർഗത. ശാണ്ഡില്യം പറയാണ് ആത്മഗതം ഏഷാ ചേട്ടി ഗത അതഃ സ്വൈരം രോദാമി പ്രകാശം ഹാ ജുഗേ ഹാ മധുരഗായിനി. മക്കളെ സംഭവം ഒന്നുമില്ല. നമ്മുടെ ശാണ്ഡില്യൻ വസന്തസേനയെ കണ്ടപ്പോൾ തൊട്ട് എന്തുണ്ട് അല്ലേ? അപ്പോൾ ഇവൻ മൊത്തത്തിൽ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ ഗുരുവോട് പറയാണ് മാഷേ ഞാൻ ഭയങ്കര സേഡാണ് മാഷേ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗുരു, എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഗുരു ചോദിക്കണം നിനക്കെന്തിന് ഇത്ര വിഷമം? അവൾ നമ്മളെ സ്വന്തം ആളാണ് അല്ലേ? ഏഷാ അസ്മാകം സ്വജന, അവൾ നമ്മളെ സ്വന്തം ആളാണ്. അവൾ മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അവൾ ബോധം പോയി. ശാണ്ഡില്യ നോക്കിക്കോ, ശാണ്ഡില്യം ദുഃഖത്തോടെ പറയാണ് ഭഗവാൻ എനിക്ക് വളരെ വേദനയുണ്ട്, ഗുരു എനിക്ക് വളരെ വിഷമമുണ്ട്. എന്തിനാണ് വിഷമം? അവൾ ഞങ്ങളുടെ സ്വജനമാണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് പോയി. ആര്? ശാണ്ഡില്യം പോയി. ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ പരിവ്രാജകൻ വിസ്മയത്തോടെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ് എന്ത് സ്വജനം? നിന്റെ സ്വന്തം ആളോ ഇവളോ? ശാണ്ഡില്യം ഒന്നും മിണ്ടുന്നില്ല. ശാണ്ഡില്യ അങ്ങോട്ട് പോയി അയ്യോ അജുഗേ എൻ്റെ പൊന്നുമോളെ, സമ്പന്നേ അല്ലേ, സ്നേഹസമ്പന്നേ എൻ്റെ പൊന്നുമോളെ, മധുരഗായിനിയെ, എന്ത് സൂപ്പറായിട്ട് പാട്ട് പാടുന്നവളാണ് നീ, മധുകരിക. അത് കണ്ടിട്ട് ശാണ്ഡില്യൻ്റെ അവസ്ഥാനം ചോദിക്കുന്നു ആര്യ എന്താണിത്? ആര്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ, നല്ലവനായ ചേട്ടാ, എന്താണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ ആരാണ്? അപ്പോൾ പരിവ്രാജക ഏവ മുക്ത ശാണ്ഡില്യ അജുഗായ സമീപഗച്ഛതി. നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ തോഴി നോക്കുമ്പോൾ ഏത് വരുത്തം വന്നിട്ട് കരയുന്നു. എൻ്റെ വസന്തസേന പോയേന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരയാണ് പിന്നെ നമ്മുടെ ശാണ്ഡില്യം. അപ്പോൾ തോഴി നോക്കുമ്പോൾ ഇവനിത് എവിടെ നിന്ന് വന്ന്, നീ ഏതാടാ നരഭൂതമേ എന്നല്ല ചോദിച്ചത്. ആര്യ എന്താണിത്, ഇങ്ങനെ കരയുന്നോ? എന്താ നിങ്ങൾ ആരാ, നിങ്ങളെന്തിങ്ങനെ എന്ന് പറയണം. അപ്പം അങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ ശാണ്ഡില്യം എന്താ പറഞ്ഞത്? ഭവതി സ്നേഹ. എന്താ പറയുന്നത്? ഞാൻ സ്നേഹം, എനിക്ക് സ്നേഹമാണ്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, എനിക്ക് സ്നേഹം കൊണ്ട് കരയാണ്. അപ്പോൾ മധുകരിക പറയാണ്. മധുകരിക എന്താ പറയുന്നത്? യുജ്യതേ സർവാനുകമ്പി സാധുജനോ നാമ. ശരിയാണ്, നല്ലവരെന്ന് പറയുന്നവരെല്ലാം ദയാലുക്കൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്നേഹം കൊണ്ടാണ് ഞാൻ വന്നത്, സ്നേഹം കൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ മധുകരിക പറയാണ് അതെ അതെ അതെ, നമ്മുടെ നാട്ടിലെല്ലാവരും നല്ല ആൾക്കാരാണ് കേട്ടോ, നല്ല ആൾക്കാർക്കൊക്കെ സ്നേഹമുണ്ട്, എല്ലാവരും ദയാലുക്കളാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ പിന്നെ സ്വന്തം അജ്ജു ഇവിടെ പാമ്പ് കടിച്ച് കിടക്കുമ്പോൾ നിങ്ങളെപ്പോലത്തെ ഒരു നല്ല മനുഷ്യൻ ഈ വഴി വന്നില്ലേ, ദൈവം വളരെ ദയാലുവാണ്, നിങ്ങളെപ്പോലത്തെ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുതന്നത്, നല്ല ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. എന്നിട്ട് അവൾ ഒച്ചത്തിൽ പറയാണ് ആര്യ ഒരു നിമിഷം അജ്ജുകയെ നോക്കി നിൽക്കൂ. അജ്ജുകാം ക്ഷണാദേവ പരിത്യക്തും സന്നദ്ധോ ന ഭവിഷ്യതി. ഞാൻ വൈദ്യനെ കൊണ്ടുവരാം. അതഃ ശീഘ്രമേവ ഗച്ഛാമി. എന്താ പറയുന്നത്? മുഹൂർത്തം അജ്ജുകാം പരിപാലയതു. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം, കുറച്ച് സമയം അജ്ജുകാം പരിപാലയതു. നിങ്ങൾ കുറച്ച് സെക്കൻഡ്സ്, കുറച്ച് മിനിറ്റ്സ് നിങ്ങൾ അജ്ജുകയെ പരിപാലിക്കൂ. അഹം വൈദ്യമാനയാമി. ഞാൻ പോയി വൈദ്യനെ കൊണ്ടുവരാം. ശാണ്ഡില്യം പറയാണ് ബാഠം ഭവതി ഇതാനും ഗച്ഛതു. ഓക്കെ ഡൺ, ഞാൻ ഏറ്റു, നീ പോയിട്ട് അയാളെ കൊണ്ടുപോവാ, ഞാൻ 1 മണിക്കൂറല്ല 2 മണിക്കൂർ വേണമെങ്കിലും ഇവൾക്ക് കൂടെ ഇരിക്കുക, ഇവൾ എൻ്റെ സ്വന്തം ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ശാണ്ഡില്യൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മധുകരിക സ്വയം എന്താ പറയുന്നത്? ആത്മകഥം പറയാണ് മധുകരിക. സാനുക്രോശ യേശ ബ്രാഹ്മണ അജുഗാം ക്ഷണാദേവ പരിത്യക്തും സന്നദ്ധോ ന ഭവിഷ്യതി. ഈ ബ്രാഹ്മണൻ ദയുള്ളവൻ, അവളെ ഉടൻ ഉപേക്ഷിക്കില്ല. ഈ ബ്രാഹ്മണൻ വളരെ നല്ല ഒരുത്തനാണ്, അയാൾ എന്ത് ചെയ്യില്ല, അവളെ അത്ര പെട്ടെന്നൊന്നും ഇവിടെ വിട്ടിട്ട് പോവില്ല. അവളെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ വഴിയില്ല, എന്തായാലും സ്പീഡിൽ പോയിട്ട് വൈദ്യനെ വിളിച്ചുകൊണ്ട് വരണം, അതുകൊണ്ട് വേഗത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. ഡോക്ടറെ കൂട്ടിക്കൊണ്ടേ, പാമ്പ് കടിച്ച് കിടക്കുക, അതിൻ്റെ ഇടയിലാണ് അവൻ്റെ റൊമാൻസ്, അവനെ ട്യൂൺ ചെയ്യാൻ കിട്ടിയ സമയം അല്ലേ. അങ്ങനെ ശാണ്ഡില്യൻ പോയി, സ്വയം ദാസിയും പോയി. അപ്പോൾ ശാണ്ഡില്യൻ പറയാണ് ആത്മകഥ ആണോ? ശാണ്ഡില്യൻ എന്താ പറയുന്നത്? ആത്മകഥം പറയാണ് ഏഷാ ചേട്ടി ഗത. ദാസി പോയി, തോഴി പോയി, അവൾ പോയി. അതഃ സ്വൈരം രോദാമി. ഇനി ഒന്ന് ഒച്ചത്തിൽ കരയാം. ഹാ അജുഗേ ഹാ മധുരഗാമിനി, അയ്യോ എൻ്റെ അജുഗേ അയ്യോ നികടി എന്ന് പറഞ്ഞിട്ട് ഇവൻ ശാണ്ഡില്യൻ അജുഗയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റേ എന്താണ് CPR കൊടുക്കുക, എന്തായാലും പറയാം, CPR ഒന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കിടന്ന് കരയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ സീനിൽ ആരൊക്കെ ഉണ്ട്? ബോധം കെട്ട് കിടക്കുന്ന അജ്ജുക അല്ലേ, ചന്ദ്ര കയ്യനക്കി എന്ന് പറഞ്ഞ പോലെ അജ്ജുക ഉണ്ട്, പിന്നെ ശാണ്ഡില്യനുണ്ട്, പരിവ്രാജകനുണ്ട്. ബാക്കി നോക്കുക.
പേജ് നമ്പർ 55 മിഡിൽ തൊട്ടുള്ള പോർഷൻ കേട്ടോ. പരിവ്രാജകൻ പറയാണ്, ശാണ്ഡില്യ ന കർത്തവ്യമേതത്. ശാണ്ഡില്യൻ, ആ അപേഹി നിസ്നേഹ മാം അപി ത്വാമിഹ തർക്കയസി. പരിവ്രാജകः, ആഗച്ഛ വത്സ അധീഷ്വാ താവത് ആലോച്യ ആത്മഗതം ഏഷാ ഖലു ഇദാനീം ന കിഞ്ചിത് ജാനാതി അസ്യ മൂഢസ്യ പ്രത്യയോത്പാദനം കർത്തും അനുയോജ്യ വേലേയം കീദൃശോ യോഗഃ ഇതി പ്രദർശയാമി. മൃതായ അസ്യാഹ ശരീരേ അഹം ആത്മാനം നിയോജയാമി ഇതി വിചിന്ത്യ പരിവ്രാജകः സ്വകീയാൻ പ്രാണാൻ അജ്ജുകായാः ദേഹേ നിയോജയതി. അജ്ജുക നിദ്രാതഃ ഇവ ഉത്ഥായ ശാണ്ഡില്യ 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 സഹർഷം ആവിഹ ജീവതി യേഷാ മധുരഗായനി ജീവതി പ്രത്യാഗത പ്രാണാ ഖൽവേഷാ ഭവതി അയമസ്മി. അജ്ജുക അപ്രക്ഷാളിത പാണിഭ്യാം മാ പ്രാക്ഷീഃ. ശാണ്ഡില്യഃ അതിചൗക്ഷിണീ ഖൽവിയം. ഇപ്പം എന്താ സംഭവിച്ചതെന്ന്? ഇപ്പോൾ അവിടെ തോഴിയില്ല, ബോധം കെട്ട് കിടക്കുന്ന നമ്മുടെ അജ്ജുക, വസന്തസേന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുരു പറയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? അങ്ങോട്ട് മാറിക്കുക അല്ലേ, ഇങ്ങനെ കിടന്ന് കരയാൻ എന്താ ഇത്? ഇങ്ങനെ കിടന്ന് കരയല്ലേ, നീ എന്താണ് ഈ ചെയ്യുന്നത്? മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ ശാണ്ഡില്യം ഗുരുവിനെ വീണ്ടും ചീത്ത വിളിക്കുകയാണ്. നിങ്ങളിങ്ങനെ നിങ്ങൾ ദുഷ്ടനാണ്, മൂഢനാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിക്കുകയാണ്. അപ്പോൾ ഗുരുവിന് എന്തുണ്ട്? ഗുരുവിന് ഇവനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരുവിന് ഒരുപാട് ടെക്നിക്കുകളൊക്കെ അറിയാം അല്ലേ? ഗുരുവിന് എന്തൊക്കെ അറിയാം? യോഗ അറിയാം, വേദാന്തം അറിയാം, കുറച്ച് മന്ത്രതന്ത്ര വിദ്യകളൊക്കെ അറിയാം. അപ്പോൾ ഗുരുവിന് ഉപാസനയൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരുവിന് എന്തറിയാം? പരകായ പ്രവേശം. എന്താണ് പരകായ പ്രവേശം? അനന്തഭദ്രം സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനോജ് കെ ജയൻ മറ്റേ പെണ്ണിൻ്റെ ബോഡിയിൽ പോകുന്നു, എന്നിട്ട് അവൾ പോയിട്ട് മനോജ് കെ ജയന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, തിരിച്ചിവിടെ വരുന്നു, ഒരു എണ്ണ തോണി കിടക്കുന്നു, ആ വെള്ളത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറുമ്പോൾ മനോജ് കെ ജയൻ്റെ ബോഡി സോള് സ്വൈപ്പ് ആവുന്നു അല്ലേ, ആത്മാവ് സ്വൈപ്പ് ആവുന്നതിനെ നമ്മൾ പരകായ പ്രവേശം എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ഒരാളുടെ ശരീരത്തിലെ സോള് വേറൊരാളുടെ ശരീരത്തിലേക്ക് കയറുക, മരിച്ചുപോയ ഒരാളുടെ ബോഡിയിലേക്ക് ജീവനുള്ള ഒരാളുടെ സോള് കയറി മരിച്ചുപോയ ആൾ എണീറ്റ് വരിക, പക്ഷെ സോള് മറ്റേ ആളുടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബോഡി സ്വൈപ്പിംഗ് പോലെ സോള്, സ്പിരിറ്റ് സ്വൈപ്പ്, ആത്മാവ് സ്വൈപ്പ് ആവുന്ന മാറുന്ന ആ ഒരു പരിപാടിയാണ് പരകായ പ്രവേശം. പര എന്ന് പറഞ്ഞാൽ മറ്റൊരു, കായം ശരീരം, പ്രവേശം അതിൻ്റെ അകത്ത് കയറുക. അപ്പോൾ ആത്മാവ്, സ്വന്തം ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് പരകായ പ്രവേശം. അപ്പോൾ യോഗയിൽ ഞാൻ അങ്ങനത്തെ ഒരു ടെക്നിക്ക് നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ നമ്മുടെ പരിവ്രാജകൻ പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഇവർ ബോഡി സ്വൈപ്പ് ചെയ്യുന്നു, ബോഡിയല്ല സോള് സ്വൈപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന നമ്മുടെ അജ്ജുക എണീക്കുകയാണ്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണീക്കുകയാണ്. പക്ഷേ എണീക്കുമ്പോൾ അതിൻ്റെ താരമുള്ളത് നമ്മുടെ ഗുരുവിൻ്റെ സോളാണ്. അപ്പോൾ എണീറ്റ പാടെ അയ്യോ അയ്യോ ഞാൻ ഇത് എവിടെയാണെന്നല്ല പറയുന്നത്, ശാണ്ഡില്യ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വസന്തസേനയ്ക്ക് ശാണ്ഡില്യൻ്റെ പേരറിയില്ലല്ലോ. അപ്പോൾ വസന്തസേനയ്ക്ക് ബോധം വന്നപ്പോൾ അത് ആരുടെ ബോധമാണ്? ആരുടെ സോളാണ്? പരിവ്രാജകൻ്റെ സോളാണ്. ഓക്കെ, നോക്കുക. അപ്പം അതേ നമ്മുടെ പൂന്തോട്ടത്തിൽ നടക്കുകയാണ്. എന്താ നടക്കുന്നത്? പാമ്പ് കടിയേറ്റ് മരിച്ച അജ്ജുകയുടെ അടുത്ത് ആരുണ്ട്? ശാണ്ഡില്യനും പരിവ്രാജകനുണ്ട്. അപ്പോൾ പരിവ്രാജകൻ പറയാണ്, ശാണ്ഡില്യ അങ്ങനെ ചെയ്യരുത്, നീ കരയരുത്, എന്താണ് നീ ചെയ്യുന്നത് എന്ന് പറയണം. അപ്പോൾ ശാണ്ഡില്യം പറയണം, അയ്യോ കരുണയില്ലാത്തവനെ, നീ ഇപ്പോഴും എന്നോട് വാദിക്കുകയാണോ? ഗുരുവിനോട് പറയാണ്, മാമബി ത്വാമിഹ തർക്കേസി, നീ ഈ സമയത്ത് എന്നോട് നീ വാദിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയണോ എന്ന് ടീച്ചറിനെ ചീത്ത വിളിക്കുകയാണ് നമ്മുടെ ശാണ്ഡില്യൻ. ഓക്കെ, എന്നോട് ഇപ്പോഴും വാദിക്കുകയാണോ? അപ്പോൾ പരിവ്രാജകൻ പറയാണ്, ആഗച്ഛ വത്സ അധീഷ്വ താവത് ഏഷാ ഖലു ഇദാനി ന കിഞ്ചിത് ജാനാതി. എന്താ പറയുന്നത്? വത്സ, കുഞ്ഞേ, ആദ്യം ഒന്ന് പഠിക്കൂ, നീ ആദ്യം ഒരു കാര്യം പഠിക്കൂ. എന്താണ് നീ ആദ്യം പഠിക്കേണ്ടത്? ഇപ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല, ഈ മൂഢൻ്റെ മനസ്സിൽ വിശ്വാസം ഉളവാക്കണമെന്ന് ഗുരു സ്വയം ചിന്തിക്കുകയാണ്. നോക്ക്, ഏഷാ ഖലു ഇദാനി ന കിഞ്ചിത് ജാനാതി. അവനിപ്പോൾ ഒന്നും പറഞ്ഞു ഉപദേശിച്ചാലോ ഞാൻ എന്തെങ്കിലും പഠിപ്പിച്ചാലോ ഒന്നും പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഈ പൊട്ടനില്ല. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യണം? അസ്യ മൂഢസ്യ, ഈ പൊട്ടൻ്റെ
പ്രത്യയോത്പാദനം കർത്തും അനുയോജ്യ വേലയം. ഈ പൊട്ടന് അതിൻ്റെ ഉള്ളിലൊരു ബിലീഫ്, ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം കൊണ്ടുവരണം. ഇതൊന്ന് എന്താണ് ഈ ഒരു പരകായ പ്രവേശം പോലെയുള്ള സിദ്ധി, ഈ ഒരു യോഗ എന്താണ്, ഈ ഒരു ട്രിക്ക് എന്താണ്, ഈ ഒരു കഴിവ് എന്താണ്, വിദ്യ എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, പവർ എന്താണെന്ന് ഇവനെ ഒന്ന് ബോധ്യപ്പെടുത്തണം, അവനൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാലേ അവന് അത് വിശ്വാസം വരുള്ളൂ. അല്ലാതെ പറഞ്ഞു കൊടുത്താൽ അവൻ തലേ കയറണം. ഇതൊരു പൊട്ടനാണെന്ന് ആർക്ക് മനസ്സിലായി? അവസാനം ഗുരുവിന് മനസ്സിലായി. അപ്പോൾ യോഗം എന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കീദൃശോ യോഗ ഇതി പ്രദർശയാമി. യോഗ എന്താണെന്ന്, യോഗം എന്താണെന്ന് ഞാൻ നിനക്ക് പ്രദർശിപ്പിച്ചു തരാം, കാണിച്ചു തരാം. മൃതായാഹ അസ്യാഹ ശരീരെ അഹം ആത്മാനം നിയോജയാമി. മൃതായാഹ അസ്യാഹ ശരീരെ, മരിച്ച ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ, ഈ മരിച്ച പെൺകുട്ടിയുടെ ശരീരത്തിൽ അഹം ആത്മാനം നിയോജയാമി, ഞാൻ എൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിക്കാം. ഇതി വിചിന്യ പരിവ്രാജക സ്വകീയാൻ പ്രാണാൻ അജ്ജുകായാഹ ദേഹേ നിയോജയതി. അപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഞാൻ യോഗ എന്താണെന്ന് കാണിച്ചു തരാം, നീ കണ്ടിട്ടെങ്കിലും നീ വിശ്വസിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുരു കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലി മെഡിറ്റേറ്റ് ചെയ്ത് യോഗ ചെയ്ത് ആ മരിച്ചു കിടക്കുന്ന അജ്ജുകയുടെ ബോഡിയിലേക്ക് ഗുരു പരിവ്രാജകൻ അയാളുടെ സ്വന്തം സോളിനെ എൻ്റർ ചെയ്യിപ്പിച്ചു, കയറ്റി പ്രവേശിപ്പിച്ചു. അപ്പോൾ മരിച്ചുപോയ അജ്ജുകയ്ക്ക് ബോധം വന്നു. അജ്ജുക മരിച്ചു പോയി. അജ്ജുകയുടെ സോളം കൊണ്ട് ആര് പോയി? കാലൻ പോയി. അപ്പോൾ വെറും ബോഡിയാണല്ലേ. അപ്പോൾ മരിച്ച ബോഡിയിൽ, ഡെഡ് ബോഡിയിൽ ജീവൻ വരുന്നു. ടെൻടണേൻ. അങ്ങനെ ഡെഡ് ബോഡിയിൽ ജീവൻ വന്നപ്പം അജ്ജുക നിദ്രാതഹ ഇവ ഉദ്ധായ, ഉറക്കത്തുനിന്ന് എണീക്കുന്നത് പോലെ, അജ്ജുക ഉറക്കത്തുനിന്ന് എഴുന്നേക്കുന്നത് പോലെ എണീറ്റു. പക്ഷെ ആരാ എണീക്കുന്നത്? സോൾ ആരാണ്? നമ്മുടെ ഗുരുവാണ് അല്ലേ. അപ്പോൾ ഗുരുവിന് ആരെ അറിയാം? ശാണ്ഡില്യനെ അറിയാം. എണീറ്റിട്ട് എന്താ വിളിക്കുന്നത്? ശാണ്ഡില്യ എന്ന് വിളിക്കുകയാണ്, ശാണ്ഡില്യനെ വിളിക്കുകയാണ്. ശാണ്ഡില്യൻ വളരെ ഹാപ്പിയായി. ഈ പൊട്ടനെ മനസ്സിലായിട്ടില്ല അത് ഗുരുവാണെന്ന്. ഇത്രയും കാണിച്ചു കൊടുത്ത് എന്നിട്ട് മനസ്സിലായിട്ടില്ല. അയ്യോ, അവൾ ജീവനോടെയാണത്, അവൾക്ക് ജീവൻ വന്നു. എന്താ പറയുന്നത്? അവിഹ ജീവതി ഏഷ മധുരകായിനി ജീവതി. ഇതാ മധുരകായിനിയായ ഈ അജ്ജുക വീണ്ടും ജീവിച്ചു, അവൾക്ക് ജീവൻ വന്നു. പ്രത്യാഗത പ്രാണാഖൽവേഷ, പ്രത്യാഗത തിരിച്ചു വന്നു, അവളുടെ പ്രാണൻ തിരിച്ചു വന്നു, അവൾക്ക് പ്രാണൻ തിരികെ വന്നു. ഭവതി അയമസ്മി, ഹായ് ഇത് ഞാനാണ്, ശാണ്ഡില്യനാണ്. ഹായ് നമസ്കാരം. അയമസ്മി, ഇത് ഞാനാണ്, ഇത് ഞാൻ തന്നെ, ഇത് ഞാനാണ്, നിന്റെ ശാണ്ഡില്യേട്ടൻ ഞാനാണ്, നിന്റെ ശാണ്ഡേട്ടൻ ഞാനാണ് എന്ന രീതിയിൽ ഈ മൂഢനായ ശിഷ്യൻ ഇരിക്കുകയാണ്. ഗുരുവിൻ്റെ ആത്മാവാണ് അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് പോലും അവന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സോള് സ്വൈപ്പ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അവന് ഉണ്ടായിട്ടില്ല. അവൻ ആകപ്പാടെ ആ പെണ്ണിനെ കണ്ടപ്പോൾ തൊട്ട് ചെക്കൻ നിലത്തൊന്നും അല്ല. എന്നിട്ട് അവളെ കയറി പിടിക്കാൻ പോയി. പോയാ ഇവിടെ എന്തുകൊണ്ടല്ല, അവളെ കയറി പിടിക്കാൻ പോയപ്പോൾ അവളെന്താ പറഞ്ഞത്? അപ്രക്ഷാലിത പാണിഭ്യാ മാ സ്പ്രാക്ഷീഹി. എന്താ പറഞ്ഞത്? അജ്ജുകയെ ശുദ്ധമാക്കാത്ത കൈകളാൽ സ്പർശിക്കരുത്, എന്നെ നീ കൈ കഴുകാതെ തൊടരുത് എന്ന രീതിയിൽ അജ്ജുക പറയണം. ഓക്കെ. അപ്പോൾ ശാണ്ഡില്യം പറയാണ്, അതിചൗക്ഷണീ ഖൽവി, ഇവൾ എത്ര നിപുണയാണിവൾ. ശാണ്ഡില്യം വളരെ വിസ്മയത്തോടെ പറയാണ്, എത്ര നിപുണയാണ്. റെഡി? അപ്പോൾ കൈ കഴുകാതെ തൊടരുതെന്ന രീതിയിൽ, വൃത്തിയില്ലാത്ത കൈ കൊണ്ട് തൊടരുതെന്ന രീതിയിൽ പറയുന്നു. ആ ടൈമിൽ എന്ത് സംഭവിച്ചു? ബാക്കി ഇവിടെ തഥാ മധുകരിക വൈദ്യേന സഹ പ്രവിശ്യതി. ആ സമയത്ത് നമ്മുടെ മധുകരിക വൈദ്യൻ്റെ കൂടെ വരികയാണ്. വൈദ്യേന സഹ, വൈദ്യനെയും കൂട്ടിയിട്ട്, പുതിയ ക്യാരക്ടർ വന്ന് വൈദ്യൻ, ഡോക്ടറെയും കൂട്ടിയിട്ട് വരികയാണ്. വൈദ്യനെയും കൂട്ടിയിട്ട് നമ്മുടെ മധുകരിക വന്നു കേട്ടോ. മധുകരിക പറയാണ്, ഏതു ആര്യ വൈദ്യ കുത്ര സ. മധുകരിക, ഏഷാ ഖലു അജ്ജുക സത്വസ്ഥിര ഹുവി പൂർവം ന ദൃശ്യതേ. വൈദ്യം പറയാണ്, മഹാന്തം വികാരം കരോതീയം ആനയ മമ സർവാരംഭ ആരഭേ വിഷതന്ത്രേ ഉപവിശ്യ ഭൂമൗ മണ്ഡലാകാരം രചയിത്വാ മന്ത്രം ജപതി കുണ്ടലകുട്ടിലഗാമിനി മണ്ഡലം പ്രവിശ തിഷ്ഠ ശ്രൂം യാവത് ശിരോവേദം കരിഷ്യാമി
കുത്ര കുഠാരിക. അജ്ജുക മൂർഖ വൈദ്യ അലം പരിശ്രമേണ. വൈദ്യ പിത്തമപ്യസ്തി തവ പിത്തം വാദം ശ്ലേഷ്മം ച അഹം നാശയാമി. അപ്പോൾ ഒരു ഡോക്ടർ വന്നു. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ആലോചിക്കുക, ഇവിടെ മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടി, പാമ്പ് കടിച്ച് ചത്ത ഒരു പെണ്ണ്, യോഗയിൽ വേറൊരു സോള് ആ ബോഡിയിൽ വരുമ്പോൾ ജീവൻ വന്നു. അങ്ങനെ ജീവൻ വന്ന് കണ്ണും തുറന്നിരിക്കുന്ന ആ ബോഡിയുടെ അടുത്തേക്ക് ആണ് നമ്മുടെ തോഴി ഡോക്ടറെയും കൊണ്ടുവരുന്നത്, വൈദ്യനെയും കൊണ്ടുവരുന്നത്. തോഴിയുടെ കൺസെപ്റ്റിൽ അവൾ മരിച്ചു കിടക്കായിരുന്നല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ പാമ്പ് കടിച്ച് മരിച്ച പെണ്ണ് ഇങ്ങോട്ട് വരുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തോഴി ആകെ കൺഫ്യൂഷനായി. തോഴി എന്താ പറയുന്നത്? ഭൂവി പൂർവ്വം എന്ന ദൃശ്യത. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ഭൂവി പൂർവ്വം എന്ന ദൃശ്യത. എന്താണ് മക്കളെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഭൂമിയിൽ ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല, മരിച്ച ആൾ ജീവിച്ചിരിക്കേ, എന്താ ഇത്? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈദ്യം പറയാണ്, ഞാൻ എൻ്റെ മന്ത്രം തന്ത്രമൊക്കെ സെറ്റാക്കാം, എല്ലാം സെറ്റാക്കി തരാം, വിഷചികിത്സ ഒക്കെ ആരംഭിക്കാം, ഓം ഗ്രീം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വട്ടം വരച്ച് നിലത്ത് മന്ത്രം ചൊല്ലി പൂജ ഒക്കെ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഡോക്ടർ. അപ്പോൾ എൻ്റെ അസുഖം മാറി ഡോക്ടറെ എന്ന് പറഞ്ഞാലും അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രീറ്റ്മെൻറ്റിൻ്റെ ബില്ല് അടിച്ച് തരുന്ന ഡോക്ടേഴ്സ് ഇല്ലേ, അതുപോലൊരു വൈദ്യനാണെന്ന് തോന്നുന്നു. അപ്പോൾ അജ്ജുക വൈദ്യനെ ചീത്ത വിളിക്കണം. എടാ പൊട്ടാ, നീ കണ്ണ് കാണുന്നില്ല ഞാനിവിടെ ജീവനോട് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ വൈദ്യം പറയണ, നിനക്ക് പിത്തമുണ്ട്, നിൻ്റെ വാദവും പിത്തവും കഫവും ഒക്കെ ഞാൻ മാറ്റിത്തരാം എന്ന് പറയുകയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന കള്ള തട്ടിപ്പ് ഡോക്ടർമാരെ കുറിച്ചുള്ള ഒരു ഉദ്ദേശ്യം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. മക്കളെ റെഡി? അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ മധുകരിക വൈദ്യനെ കൂട്ടിയിട്ട് വന്നിട്ട് എന്താ സംഭവിച്ചത്? മധുകരിക വരൂ ആര്യ, വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറയാണ്. ആര്യ മഹാനായവനെ ഇങ്ങോട്ട് വരൂ. വൈദ്യൻ ചോദിക്കുകയാണ്, അവൾ എവിടെ? അപ്പോൾ മധുകരിക ഇവിടെ തന്നെയാണ് അജ്ജുക. അവൾ ബോധമുള്ള നിലയിലാണ്, അവൾക്ക് ബോധം വന്നു. ഇത് ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതമാണല്ലോ, അവൾക്ക് ബോധം വന്നു. ഇതുപോലത്തെ ഒരു അത്ഭുതം ഞാൻ ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞു. ഓക്കെ, ഇതെന്തൊരു അത്ഭുതമാണ്, അങ്ങനെയാണ് അത്ഭുതം കേട്ടോ, അത്ഭുതം. ഇത് വല്ലാത്ത, ഇത് എന്താ പറയുക, ഇത് വളരെ വിസ്മയമായിരിക്കുന്നല്ലോ, ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ, ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ. അപ്പോൾ അത്ഭുത സംഭവമായിട്ട് തോന്നുന്നു. അപ്പോൾ വൈദ്യം വളരെ വിസ്മയത്തോടെ പറയാണ്, എന്താ പറയുന്നത്, ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ എന്ന് പറഞ്ഞു വൈദ്യൻ. എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ, എൻ്റെ എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവരൂ, നമുക്ക് വിഷപ്രയോഗം തുടങ്ങാം. എന്നിട്ട് ഭൂമിയിൽ വൃത്താകൃതിയിൽ ഒരു വട്ടമൊക്കെ വരച്ചിട്ട് മന്ത്രം ജപിക്കാൻ തുടങ്ങി. കുണ്ടല കുടിലഗാമിനി മണ്ഡലത്തിലേക്ക് പ്രവേശിക്കൂ, നിൽക്കൂ, ഷൂം ഇപ്പോൾ തലയ്ക്ക് മുറിവിടാം, ഇവിടെ ആ ചെറുവാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വിത്ത് മാസം ശേഷം തന്നെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇതാണ് പറഞ്ഞത്. നോക്കിയാൽ ഇവിടെ നോക്കൂ, ആരഭേ വിഷതന്ത്രേ, നമുക്ക് വിഷതന്ത്ര ചികിത്സ, വിഷതന്ത്രം ആരംഭിക്കാം. എന്നിട്ട് ഭൂമിയിൽ ഇരുന്നിട്ട് മണ്ഡലാകാരം രചയിത്വ മന്ത്രം ജപതി, ഒരു മണ്ഡലാകാരത്തിൽ ചിത്ത് വരച്ചിട്ട് ഭൂമിയിൽ ഇരുന്നിട്ട് മന്ത്രം ചൊല്ലുകയാണ്. ആ പൂജ ട്രീറ്റ്മെൻറ്റിനുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണ്. കുണ്ടല കുട്ടിലഗാമിനി മണ്ഡലം പ്രവിശ തിഷ്ഠ ശ്രും. അപ്പോൾ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുക എന്നൊക്കെ പറയുന്ന പോലെ, പ്രേതത്തിൻ്റെ ബാധ ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ, ഒഴിഞ്ഞു പോകുമോ എന്നൊക്കെ പറയുന്ന പോലെ, പ്രവിശ കയറി വരൂ, അകത്തേക്ക് വരൂ, പാമ്പിനെ വിളിച്ച് വിഷം, മറ്റേ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിക്കുന്ന പരിപാടി, തിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നു. കത്തി എവിടെ, തലയിൽ കൊത്തട്ടെ, മുറിവുണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തി എടുക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജ്ജുക പറയാണ്, എടാ മണ്ട വൈദ്യനോട് എന്താ പറയുന്നത്? എടാ മണ്ട, നീ വേണ്ടാത്ത പണി എടുക്കണ്ട, അലം പരിശ്രമമാണ്, നിൻ്റെ വേസ്റ്റാണ് നിൻ്റെ പരിപാടി, നീ ഇങ്ങനത്തെ വേണ്ടാത്ത പണിക്കൊന്നും ശ്രമിക്കേണ്ട, അതിനൊന്നും നീ ശ്രമിക്കേണ്ട, ഇത്രയൊന്നും ശ്രമിക്കേണ്ട. അപ്പോൾ വൈദ്യം പറയാണ്, പിത്തം അപ്പി അസ്ഥി, പിത്തമുണ്ട്, തവ പിത്തം വാതം ശ്ലേഷം ചാഹം നാശയാമി, നിൻ്റെ പിത്തവും നിൻ്റെ വാതവും നിൻ്റെ ശ്ലേഷ്മവും എല്ലാം ഞാൻ നീക്കിക്കോളാം എന്ന് ആര് പറയുന്നു? നമ്മളുടെ വൈദ്യൻ പറയുന്നു. വൈദ്യന് ദുഡ് കിട്ടണം അല്ലേ? ഞാനൊരു മറ്റേ കിഡ്നി സ്റ്റോൺ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയേ മക്കളെ. അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ അല്ല, കിഡ്നി സ്റ്റോൺ വന്നാൽ ബാക്ക് പെയിൻ ഉണ്ടാവും, നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ അല്ല, വേറെന്തോ വലിയ അസുഖമാണ്, നമുക്ക് പോയി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ CT സ്കാനിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഒറ്റയടിക്ക് എത്ര രൂപ? 8,000 രൂപ എന്തോ പോയി. ടോട്ടൽ ബില്ലടിച്ച് വന്നു 13,000 രൂപ. അങ്ങനെ എൻ്റെ 13,000 രൂപ പോയി. എന്താ സംഭവം? കിഡ്നി സ്റ്റോൺ. അപ്പോൾ തട്ടിപ്പ് ഡോക്ടർമാരും പേഷ്യൻസിൻ്റെ
പേഷ്യൻറ്റിൻ്റെ മണി പൈസ ഊറ്റി അല്ലേ നമ്മളെ കൊള്ളയടിക്കുന്ന ആശുപത്രികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുപോലൊരു വൈദ്യനാണ്. സുന്ദര ഗുലികാം ആനയാമി ഇത്യുക്ത നിഷ്ക്രാമതി തതഃ പ്രത്യാഗച്ഛതി പരിക്ലാന്തമുഖ യമപുരുഷ. അപ്പോൾ ഞാൻ നല്ല സുന്ദരമായ ഗുളിക ഒക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട്, ടാബ്ലറ്റ്സ് ഒക്കെ നിനക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈദ്യം പോയി. ആ സമയത്താണ് തതഃ പ്രത്യാഗച്ഛതി, ആ സമയത്താണ് ആര് തിരിച്ചു വരുന്നത്? നേരത്തെ ഒരാൾ സ്വർഗത്തിലേക്ക് പോയിട്ടില്ലേ, യമൻ. ചിത്രഗുപ്തൻ്റെ അടുത്ത് കണക്ക് കൊടുക്കാൻ പോയിട്ടില്ലേ? വസന്തസേനയുടെ ജീവനം കൊണ്ട് പോയത് ആരാണ്? യമൻ തിരിച്ചു വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? പരിക്ലാന്ത മുഖ യമപുരുഷ, വളരെ സാഡായിട്ടാണ് വരുന്നത്. വന്നിട്ട് യമകിങ്കരഹ ആത്മകഥം. ഇയാളെ വീണ്ടും ഒറ്റക്ക് പറയാണ്. ഇയാൾക്ക് ഒറ്റക്ക് പറയാനേ ഉള്ളൂ. എന്താണ് യമകിങ്കരൻ എന്താണ് ആത്മകഥം പറയുന്നത്? ഇയം സാ വസന്തസേന ഇയം ന മമ പ്രമാദോ അഭവത് അതഃ യമേന നിന്ദിതോസ്മി അതഃ ക്ഷീണായുഷാം താം അന്യാം വസന്തസേനാം ക്ഷണമിഹാനയതു ഇതി യമവചനേന പ്രത്യാഗതോഹം ഏതസ്യാഹ ശരീരം യാവത് അഗ്നിസംയോഗം ന സ്വീകരോതി താവത് ഹേനാം സപ്രാണാം കരോമി ആശ്ചര്യേണ വിലോക്യ അയേ ഏഷാ ഉദ്ധിതാ ഖലു സജീവായം കിന്നു ഖൽവിദം അസ്യാഹ ജീവോ മമ കരേ ഉദ്ധിതൈഷ വരാംഗന ആശ്ചര്യം പരമം ലോകേ ഭുവി പൂർവം ന ദൃശ്യത്തെ. എന്താ പറയുന്നത്? യമകിങ്കരൻ എന്താ പറയുന്നത്? ആത്മകഥം പറയുന്നത് ഇയം സാ ന, ഇത് അവളല്ല, ഇവൾ തന്നെ അല്ലേ, അല്ല ഇവൾ തന്നെ അല്ലേ നേരത്തെ നമ്മൾ വിഷമിച്ചിട്ട് വന്ന യമകിങ്കരൻ എന്താ പറയുന്നത്? ഇവൾ തന്നെയല്ലേ ഇയം സാന, ഇവൾ തന്നെയല്ലേ നേരത്തെ ഞാൻ കൊന്നത്, ഞാൻ ഇവളുടെ ആ ജീവനം കൊണ്ടല്ലേ നേരത്തെ പോയത്, ഇവൾ നേരത്തെ ഡെഡ് ബോഡി ആയിരുന്നല്ലോ, ഇപ്പോഴത്തെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അതെങ്ങനെ സംഭവിച്ചു? സാ വസന്തസേന ഇയംന, ഇവൾ തന്നെയല്ലേ അവള്, ആ വസന്തസേന മറ്റൊരാളാണ്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു, ഈ വസന്തസേന അല്ലേ ഞാനപ്പോൾ ഉദ്ദേശിച്ചത്, എനിക്ക് തെറ്റുപറ്റി, ആ വസന്തസേന മറ്റൊരാളാണ്, ഇവളല്ല, എനിക്ക് തെറ്റുപറ്റി, അതുകൊണ്ട് യമൻ എന്നെ ശാസിച്ചു. അതായത് മക്കളെ, ഇത് വന്നിരിക്കുന്നത് യമകിങ്കരനാണ്, യമൻ്റെ പണിക്കാരനാണ്. യമൻ അവിടെ ഇരിക്കുക, സ്വർഗത്തിലിരിക്കുക. അപ്പോൾ ഈ പണിക്കാരൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വസന്തസേനയുടെ ജീവൻ എടുക്കാനാണ് വന്നത്. അപ്പോൾ വേറെ വസന്തസേനയുടെ ജീവൻ എടുത്തിട്ട് പോയി. ഈ വസന്തസേനയുടെ ജീവൻ എടുത്തിട്ട് പോയി. അപ്പോൾ വസന്തസേന മാറിപ്പോയി, ഏതോ രണ്ടാൾ മാറിപ്പോയി, പേര് സെയിമാണ് പക്ഷെ ആത്മാവ് മാറിപ്പോയി എന്ന് ഈ കിങ്കരനെ അറിയില്ലായിരുന്നു. കിങ്കരനെ യമൻ ചീത്ത വിളിച്ചപ്പോഴാണ് മനസ്സിലായത്. യമൻ അവിടെ ഇരിക്കുന്നുണ്ട്, യമൻ്റെ കിങ്കരൻ എന്ന് പറഞ്ഞാൽ യമൻ്റെ ജോലിക്കാരൻ. അപ്പോൾ യമൻ്റെ പണിക്കാരന് ആൾ മാറിപ്പോയി, മെയിൻ ആൾ യമനാണ്. അപ്പോൾ യമൻ ശാസിച്ചു, യമൻ നിന്ദിതോസ്മി, യമൻ ചീത്ത വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ആ വസന്തസേനയുടെ ആയുസ് തീരുകയാണ്, അവളെ ഉടൻ കൊണ്ടുവരിക. അപ്പം അതഃ ക്ഷീണായുഷാം താം അന്യാം വസന്തസേനാം ക്ഷണമിഹാനയതു ഇതി യമവചനേന പ്രത്യാഗതോഹം. അപ്പോൾ ആ വസന്തസേനയുടെ ആത്മാവിനെ കൊണ്ടുവരിക, അവളുടെ ആയുസ് തീരാൻ പോയി എന്ന് യമൻ പറഞ്ഞു. എന്ന യമൻ്റെ വാക്കനുസരിച്ച് ഞാൻ തിരികെ വന്നു. ഈ ശരീരം തീയിൽ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ വീണ്ടും ജീവിക്കണം. അതായത് ഇവളെ, ഈ വസന്തസേനയുടെ ബോഡി കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ ജീവിപ്പിക്കണം. അങ്ങനെ വന്നപ്പോൾ എന്താ കണ്ടത്? അയ്യോ, അവൾ എഴുന്നേറ്റിരിക്കുന്നു, ജീവനോടെ ഉണ്ട്. ഇതെന്താണ് ഇത്രയും വിചിത്രം? അവളുടെ ജീവൻ എൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ ഈ സുന്ദരി എഴുന്നേറ്റിരിക്കുന്നു. ഇത് ലോകത്തിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണല്ലോ, ഇത് ലോകത്തിലെ വല്ലാത്തൊരു അത്ഭുതമാണ്, ഭൂമിയിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് യമകിങ്കരൻ വിചാരിക്കുകയാണ്. ഏതസ്യാഹ ശരീരം യാവത്ത് അഗ്നിസംയോഗം ന സ്വീകരോതി. ഇവളുടെ ശരീരം അഗ്നിസംയോഗം, കത്തിക്കുന്നതിന് മുമ്പ്, സംസ്കരിക്കുന്നതിന് മുമ്പ്, തീയിൽ ശവം കത്തിക്കുന്നതിന് മുമ്പ് താവത്ത് ഏനാം സപ്രാണം കരോമി, ഇവളെ ഞാൻ പ്രാണനുള്ളവളാക്കണം. ഇവളുടെ അടുത്തുനിന്ന് ഞാൻ നേരത്തെ എടുത്ത ആ ജീവൻ തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കാമെന്ന് നോക്കുമ്പോൾ വിലോക്യ ആശ്ചര്യമാണ്, കണ്ടിട്ട് ഞെട്ടിപ്പോയി. യമൻ്റെ ദൂതൻ യമകിങ്കരൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇവൾക്ക് ജീവൻ ഉണ്ടല്ലോ, ഏഷ ഉദ്ധിതാഹ ഖലു, ഇതെന്തായത് 5 മിനിറ്റ് മുമ്പ് ഞാനല്ലേ ഇവളെ കൊന്നത്, ഇപ്പോൾ ഇവൾ ജീവനോടെ ഇരിക്കുന്നു, ഇതെന്ത് മാജിക്കാണ്? സജീവായം കിന്നുഖല്വിധം, ഇതെന്തൊരു മാജിക്കാണ്, ഇവളിതാ ജീവനോടെ ഇരിക്കുന്നു, ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. അസ്യാഹ ജീവോ മമകരേ ഉദ്ധിതൈഷ വരാംഗന, ഈ പെണ്ണിൻ്റെ ജീവനല്ലേ എൻ്റെ കയ്യിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഈ വരാംഗന, ഈ സുന്ദരി ഉദ്ധിതൈഷ ഏഷ ഉദ്ധിത, ഇവളിപ്പോൾ എഴുന്നേറ്റിരിക്കുകയാണല്ലോ. ആശ്ചര്യം പരമം ലോകേ ഭൂവിന പൂർവ്വം ദൃശ്യതേ, ഇതുപോലത്തെ ഒരു അത്ഭുതം, ഇതുപോലത്തെ ഒരു ആശ്ചര്യം ഞാൻ ഈ ഭൂമിയിൽ മുമ്പ് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വീണ്ടും വന്നു കേട്ടോ, ഭൂവി പൂർവ്വം ദൃശ്യത. ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, ഇത് വല്ലാത്ത അത്ഭുതമായിരിക്കുന്നല്ലോ, ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ എന്ന് യമൻ്റെ പണിക്കാരൻ യമകിങ്കരൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഞാൻ തുടക്കം മുതൽ യമൻ എന്ന് ഉദ്ദേശിച്ചതൊക്കെ യമകിങ്കരനെയാണ് കേട്ടോ.
അപ്പോൾ യമകിങ്കരൻ എന്ന് പറഞ്ഞാൽ യമൻ്റെ ജോലിക്കാരനാണ്. ഇവനാണ് ആൾ മാറിയിട്ട് വസന്തസേന 2 ഉണ്ട്. അതിൽ ഒന്നിൻ്റെ പേര് സെയിം ആയതുകൊണ്ട് ഈ ക്യാരക്ടറിൻ്റെ ലൈഫ് കൊണ്ടുപോയി നമ്മുടെ ഗുരു അവൾക്ക് ജീവൻ കൊടുത്തു. അപ്പം മറ്റവൻ തിരിച്ച് തെറ്റ് മനസ്സിലാക്കി യമൻ്റെ ചീത്തയും മേടിച്ചിട്ട് കിങ്കരൻ വന്നപ്പോൾ ഇത് എവിടെ വരുത്തി ജീവനോടെ ഇരിക്കുന്നത്, ഇവളല്ല 5 മിനിറ്റ് മുമ്പ് ഞാൻ കൊന്നത്, ഇതെന്ത് മാജിക്കാണെന്ന് പറഞ്ഞിട്ട് കിളി പോയിരിക്കുന്നു. അവിടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ക്ലിയർ? റെഡിയാണോ? അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ആ ക്യാരക്ടറിൻ്റെ കോൺവെർസേഷൻസിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ സിമ്പിൾ സംഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്തിട്ട് അതൊന്ന് നോക്കുക. ഇതിലെ പദച്ഛേദങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അചിരാത് ഏവ, അചിരാത് പ്ലസ് ഏവ, അചിരാദേവ എന്നുള്ളത് അചിരാത്ത് പ്ലസ് ഏവ. ചാന്യത്ര മുറിക്കുമ്പോൾ ച പ്ലസ് അന്യത്ര. പ്രായണ ഇവ മുറിക്കുമ്പോൾ പ്രായണ പ്ലസ് ഏവ. പുനർഗച്ഛന്തി മുറിക്കുമ്പോൾ പുനഃ പ്ലസ് ഗച്ഛന്തി. ക്ഷണാദേവ മുറിക്കുമ്പോൾ ക്ഷണാത്ത് പ്ലസ് ഏവ. വേലേയം മുറിക്കുമ്പോൾ വേല പ്ലസ് ഇയം. ഉദ്ധിതൈഷ മുറിക്കുമ്പോൾ ഉദ്ധിത പ്ലസ് ഏഷ. റെഡിയാണോ? ക്ലിയർ ആണോ? പിന്നെ വിഗ്രഹങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വനപർവ്വതാൻ, വനാനി ച പർവ്വതാശ്ച വനപർവ്വതാഃ താൻ. ജീവാപഹരണം, ജീവസ്യ അപഹരണം. പ്രത്യാഗത പ്രാണ, പ്രത്യാഗതാഃ പ്രാണാഃ യസ്യാഃ സഹ. ക്ഷീണായുഷാം, ക്ഷീണാം ആയുഃ യസ്യാഃ സഹ ക്ഷീണായുഷാ താം. മനോവേഗേന, മനസഃ വേഗഃ മനോവേഗേന തേന. അതിചൗക്ഷിണി, അതിചൗക്ഷം അസ്യാഃ അസ്തീതി. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പദച്ഛേദങ്ങളും വിഗ്രഹങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവാം. ഒന്ന്, ഗണികയുടെ പേര് ചോദിക്കാം. ഗണിക എന്ന് പറഞ്ഞാൽ വേശ്യ, നമ്മുടെ അജ്ജുക. അപ്പോൾ ഗണികായാഹ, അജ്ജുകയുടെ, അജ്ജുകായാഹ, ഗണികായാഹ നാമ കിം. എന്താണ് അജ്ജുകയുടെ പേരെന്താണ്? അജ്ജുകയുടെ പേര് അജ്ജുകയോ? അജ്ജുകയല്ല, വസന്തസേന. അജ്ജുകായ നാമക്കിം, ഗണികായ നാമക്കിം എന്ന് വെച്ചാൽ വസന്തസേനയാണ് ഉത്തരം. അപ്പോൾ അടുത്തത് പരിവ്രാജകസ്യ ശിഷ്യ. പരിവ്രാജകൻ്റെ ശിഷ്യൻ ആരായിരുന്നു? ആരാണ് പരിവ്രാജകസ്യ ശിഷ്യ? കഹ ആസീത്? ആരായിരുന്നു? ശാണ്ഡില്യ. ഓക്കെ, ശാണ്ഡില്യനായിരുന്നു. സിമ്പിൾ ചോദ്യോത്തരങ്ങളാണ് കേട്ടോ. അപ്പം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുപോലെ എന്താ പറയുക, ചെറിയ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കി പഠിക്കുക. സിമ്പിളാണ്. ബാക്കി കൂടുതൽ ആൻസേഴ്സ്, കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ദിവസം നോക്കാം. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ എന്താണ് 6ാമത്തെ പാഠം. അപ്പോൾ ഭൂവി പൂർവം ന ദൃശ്യത്തെ എന്ന പാഠം, നൈർമല്യം എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ. റെഡി? അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നമസ്തേ, ടാറ്റാ, ബൈ ബൈ.